അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ വന്ദേ സിംഗ് ആണ്. രാജസ്ഥാൻ സ്വദേശിയായ തന്റെ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തു ഇടപെടുകയും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുവാൻ ഇടയായി തീർന്ന ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവം കൊടുത്ത അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ചും കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്ന തന്റെ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തന്റെ മാതൃഭാഷ മലയാളം അല്ലാതിരുന്നിട്ടും തനിക്ക് അറിയാവുന്ന നിലയിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ വന്ദേ സിംഗ് എന്ന സഹോദരിയുടെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കാളികളാകാം. തുടർന്ന് കർത്താവിന്റെ ദാസി പ്രിയ വന്ദേ സിംഗിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവത്തെ സാക്ഷീകരിക്കുവാൻ, ദൈവത്തിന് സാക്ഷി പറയുവാൻ അവസരം ഒരുക്കി തന്ന ആരോമ ടിവിയിലെ എല്ലാ അംഗങ്ങളെയും ഈ അവസരം ഒരുക്കി തന്ന പാസ്റ്റർ അംഗങ്ങളെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബനാട് ദേശത്ത് കുടുംബമായി താമസിക്കുന്നു. എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡും എനിക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഹസ്ബൻഡിന്റെ പേര് മണികണ്ഠൻ കെ എന്നാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോളുടെ പേര് മെവിന PM-ഉം മോന്റെ പേര് മോൻസി PM-ഉം ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ഈ കുറുവനാട് ദേശത്തെ ഞങ്ങൾ 17 വർഷത്തോളമായി താമസിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ ഓഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മമ്മി ആയുർവേദിന്റെ ഒരു നേഴ്സ് ആയിരുന്നു. എൻ്റെ പിതാവ് എഡിറ്റർ ആയിരുന്നു. പപ്പക്ക് സ്വന്തമായി പ്രസ്സും അതിന് പപ്പക്ക് സ്വന്തമായ 2-3 പത്രവും ഒരു മാഗസീനും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പപ്പയുടെ ഫാമിലി വൈഷ്ണവ് കാസ്റ്റിലാണ്. ഒരു 8-10 തലമുറത്തോളം ചാന്ദ്പോൾ ബാഹർ എന്ന് പറയുന്ന സ്ഥലത്ത്, ജോധ്പൂര് ചാന്ദ്പോൾ ബാഹർ എന്ന് പറഞ്ഞ രാജകൊട്ടാരത്തിന്റെ അകത്തോട്ട് കയറി ചെല്ലുന്ന സ്ഥലം. അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ മതി രാജകൊട്ടാരത്തിൽ എത്തിക്കുവാൻ. അത്ര ദൂരം ഉണ്ടായിരുന്നു. അതിലെ ഒരു കെയർ ഓഫ് ഇല്ല. അവരുടെ പൂജാരികളായിരുന്നു. ഇത്ര തലമുറകളോളം ആ അമ്പലത്തിൽ തന്നെ നിന്ന് അവർ ആരാധന നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നാണ്. എൻ്റെ വലിയ വലിയ അച്ഛന്മാരുടെ കാലത്തോടും അത് നടക്കുന്നതാണ്. എൻ്റെ വലിയ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ ബാബുവായിരുന്നു. എൻ്റെ പിതാവ് പത്രക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ജീവിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്. ചേച്ചിയുടെ പേര് വനിജ ആണ്. എൻ്റെ അനിയന്റെ പേര് വിക്രാന്ത് എന്നാണ്. എൻ്റെ പേര് വന്ദേ സിംഗ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ് പാലക്കാട് ആലത്തൂരിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നുമാണ് ദൈവം ഞങ്ങൾ 2 പേരും വേർതിരിച്ച് കൊണ്ടുവരുവാനും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും ഈ കുറുവനാട് ദേശ ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ദൈവത്തിന് ശക്തമായ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികളും ഞങ്ങളെ ജീവിതത്തിൽ ചെയ്തെടുത്തു. ഇവിടെയും ദൈവം ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ച കാര്യം ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ പാലായിൽ ആരാധനയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന ആരാധനയ്ക്ക് കടന്നു പോകുമായിരുന്നു. പക്ഷെ ഒരു ദിവസം വ്യക്തമായി ദൈവം ഞങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ ഇവിടെ തന്നെ ആരാധിക്കണം. ഈ കുറുവനാട് ദേശത്തിൽ ആരാധന മുടങ്ങാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മനോട് ഇടപെട്ടു. അപ്പം ഇതിനു മുമ്പ് ഇവിടെ ആരാധന ഉണ്ടായിരുന്നു. പക്ഷെ ആ ആരാധന മുടങ്ങുവാനും അത് നിർത്തി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം ഞങ്ങളോട് സംസാരിച്ച പ്രകാരം ഞങ്ങളെ പാലാരെ ആരാധന നിർത്തി ദൈവം പറഞ്ഞതുപോലെ കുറുവനാളിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ആരാധന തുടങ്ങുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം. മാത്രമല്ല ഞങ്ങൾ രാജസ്ഥാനിലും കടന്നു വരുവാൻ
ഇവിടെ വന്നത് എന്റെ 13-ാം വയസ്സിൽ 1992 എന്റെ മമ്മി മരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 3 വർഷത്തോളം പപ്പയുടെ കൂടെ തന്നെ ഞങ്ങളായിരുന്നു. പിന്നെ പപ്പ മമ്മിയൊക്കെ പോയി ആ കാരണത്താലായിരിക്കും പപ്പ കുടിക്കുവാൻ തുടങ്ങി. പക്ഷെ രാവ് പകല് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കെയർ അവിടെ കിട്ടാനില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ എന്റെ ചേച്ചി എന്റെ അമ്മാവനെ 2-3 ലെറ്റർ എഴുതുവാൻ അടുപ്പിച്ച് 2-3 ലെറ്റർ എഴുതി. അത് ഞാൻ അറിഞ്ഞില്ല, ലെറ്റർ എഴുതിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോ അവരാരെങ്കിലും വന്നോ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുമ്പിൽ ജീവിക്കാൻ സാധിക്കത്തില്ല, ഞങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ അയച്ചു കഴിഞ്ഞപ്പോഴും ഇവിടെ നിന്ന് 3 പേർ അപ്പോ അവിടെ കടന്നു വരുവാൻ ഇട വന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ട് ദൈവശബ്ദം കേൾക്കുന്നത് രാജസ്ഥാനിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ ഞാൻ അറിയുന്നില്ല. അവിടെ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ ശബ്ദം ഇങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ശബ്ദം ഇങ്ങനെയായിരുന്നു, നാളെ ഇവിടെ 3 പേര് വരും. 3 പേര് നല്ലതായിട്ട് കറുത്താണ്, ഞാനും കറുപ്പാണ്, പക്ഷെ അവർ എന്റെ കാട്ടും നല്ല കറുപ്പാണ്. അവർ 3 പേര് വരും, അവരുടെ കൂടെ പോകണം. അവര് കാസ്റ്റ് ഹരിജനാണ്. മമ്മിയുടെ കാസ്റ്റ് ഇന്നതാണെന്ന് പറഞ്ഞല്ലോ, പപ്പയുടെ കാസ്റ്റ് അതായിരുന്നു. അപ്പൊ മമ്മിയുടെ കാസ്റ്റ് ഇന്നതാണ്. മമ്മീൻ അവിടെ നായരാണെന്നാണ് എന്റെ വീട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷെ മമ്മിയുടെ കാസ്റ്റ് ഇതായിരുന്നു. ആ കാസ്റ്റ് അവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു. ഹരിജൻ, രാജസ്ഥാനിൽ അറിയാവുന്ന ഹരിജൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ജോഗി എന്ന് പറയുന്ന സംഭവമൊക്കെ നോർമൽ ആൾക്കാരുടെ കൂടെ അല്ല ജീവിക്കുന്നത്. അവരുടെ ഏരിയ തന്നെ വേറെ ആയിരിക്കും. എന്റെ കാലത്ത് തന്നെയായിരുന്നു ഏരിയ. അവരുടെ ഏരിയയും അവരുടെ ആൾക്കാരും വളരെ അകലെ ആയിരിക്കും. അവരുടെ വീട്ടിനകത്ത് പ്രവേശിപ്പിക്കത്തില്ല. അവർ റോഡോ വൃത്തിയാക്കുവോ അങ്ങനൊക്കെ. ഇപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലായിരിക്കും, പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്ന കാലത്ത് അങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ആ ദൈവം കേൾപ്പിച്ച ശബ്ദം ഇങ്ങനെയായിരുന്നു, ഹല്ലേലൂയ, ഞാൻ ആ ജനത്തിനകത്ത് അടുത്ത് നിന്നെ അയക്കുമ്പോൾ നീ അവരെ സ്നേഹിക്കണം. ആ സ്നേഹം വാക്ക് ഒത്തിരി ചെറുതൊന്നുമല്ല, അത് വലിയൊരു ആഴമായിരുന്നു. അതെനിക്ക് മനസ്സിലായത് ഇന്ന കാലത്തെയാണ്. അവരെ സ്നേഹിക്കാൻ, അവരിൽ നിന്ന് വന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ വന്നപ്പോൾ സ്നേഹിക്കാനല്ല, അടുക്കാൻ പോലും നമുക്ക് തോന്നത്തില്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അതെന്നെ പഠിപ്പിച്ചു, അവരെ സ്നേഹിക്കണം. ആ സ്നേഹം യേശുവിന്റെ സ്നേഹമാണ്. ആ ദൈവം ആ സ്നേഹം എന്റെ അകത്ത് തരത്തില്ലെങ്കിൽ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പാർശ്വങ്ങളെ. അത് ഭയങ്കര ടഫായ കാര്യങ്ങളായിരുന്നു. പക്ഷെ ദൈവം എന്നെ അവർ സ്നേഹിക്കാൻ കൃപ തന്നു. ഇന്നും അവർ എങ്ങനെ ഞാൻ ദൈവത്തിന്റെ സന്നിധി എന്നെ സമർപ്പിച്ചു കൊടുത്തു. അത് ഇമ്പോസിബിൾ ആണ്, നടക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്റെ അകത്ത് വന്നപ്പോൾ എനിക്കത് ചെയ്യുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കരുതുവാനും ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ഞങ്ങള് രാജസ്ഥാനിന്നും അമ്മാവനൊക്കെ വന്ന്, അമ്മാവനും മമ്മിയുടെ ചേച്ചിയുടെ മോനും അമ്മയുടെ ഒരു അനിയത്തിയും കൂടെയാണ് വന്നത്. പിറ്റേന്ന് നാളെ 9:30 ആയപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അവിടെ ഉണ്ട്. ഫസ്റ്റ് ആയി കാണുന്ന കാഴ്ചപ്പാടാണ്, ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു വെളിപ്പാടാണ്. വ്യക്തമായ ഒരു ശബ്ദം എന്നോട് സംസാരിക്കുകയും എന്നോട് ഇന്ന കാര്യം ആവശ്യപ്പെടുകയും ദൈവം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അത് എന്റെ ഹൃദയത്തിൽ ഞാൻ വെച്ചു. ഇത് ആരാണോ എന്താണോ ഇങ്ങനത്തെ ഒരു ദൈവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ രീതിയിൽ ആത്മീകമായിട്ടും പ്രാർത്ഥനയും ആരാധനയും അമ്പലങ്ങളിൽ കയറി പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കും ഉണ്ട്, അല്ലാത്തവർക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഭയഭക്തിയോടും മമ്മി വളർത്തിയത് ഞങ്ങൾ അങ്ങനെയായിരുന്നു. ദൈവിക ഭയവും മനസ്സിനെ സ്നേഹിക്കാനുള്ള ഒരു കരുതലോടുമാണ് മമ്മി ഞങ്ങളെ വളർത്തിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മമ്മിയും അങ്ങനെയായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ ഒരു വലിയ മമ്മിക്കൊരു സ്പെഷ്യൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. രാജസ്ഥാനിലാണെങ്കിലും പലരും പറയും അവിടുത്തെ പെൺകുട്ടീനെ കിട്ടിയാൽ നല്ലതാണ് പറയുന്ന ഒരു സാഹചര്യം. അങ്ങനെ മമ്മിക്ക് ഒരു നല്ല സ്വഭാവം ഇവിടെ എന്റെ ഫാമിലിയുടെ അകത്തും അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളും അവിടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങള് ജീവിച്ച് കഴിയുമ്പോഴത്തെ 13-ാമത്തെ വയസ്സിൽ മമ്മി മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3 വർഷം കൂടെ ഞങ്ങൾ പപ്പയുടെ കൂടെ ഉണ്ട്. 1995 പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക്
കേരളത്തിൽ കടന്നു വരുവാൻ ഇടവരുന്നു. ദൈവം കാണിച്ച കാഴ്ച പ്രകാരം ഞങ്ങൾ കേരളത്തിൽ കടന്നു വന്നു. കേരളത്തിൽ കടന്നു വന്നപ്പോൾ 7 ദിവസം ഞങ്ങളെ കുടുംബ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അമ്മാവന്റെ ഭവനത്തിൽ ഞങ്ങൾ പ്രവേശിക്കാനിടയായി. അമ്മാവന്റെ കൂടെ ഞങ്ങൾ ജീവിച്ചു. അവർ ഞങ്ങളെ നന്നായി നോക്കുമായിരുന്നു വെച്ചാൽ അമ്മായിക്ക് അങ്ങനെ ഒന്നും വ്യത്യാസം ഞങ്ങള് നാത്തൂന്റെ മക്കളാണെന്നോ അവരെ നോക്കണോ വേണ്ടയോ അങ്ങനത്തെ ഒന്നും പ്രവൃത്തി ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും അവർ ഞങ്ങളെ നോക്കുമായിരുന്നു. പക്ഷെ ഇവരുടെ അകത്ത് എന്തായിരുന്നു, ഒരു സഹോദര സ്നേഹത്തിന്റെ അത്രത്തോളം ഞാൻ കണ്ടില്ല. പക്ഷെ അമ്മായിക്ക് അത് ഉണ്ടായിരുന്നു. അമ്മായി വേറെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങളെ നോക്കുമായിരുന്നു. അമ്മായിയുടെ ഒറ്റ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ബാംഗ്ലൂർ, ഞങ്ങൾ വന്ന കാലത്ത് അവർ ബാംഗ്ലൂരിലായിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചിയോടും അവർക്ക് ഇഷ്ടം തോന്നി. അവർ ചേച്ചിയുടെ കല്യാണം കഴിക്കുമെന്ന്. ഹിന്ദുക്കളായിരുന്നു. എന്റെ അമ്മാവനും കുടുംബം ഹിന്ദു ആയിരുന്നു. അവർ മൂലപ്പെണ്ണായിട്ട് കല്യാണം കഴിക്കുമല്ലോ. അപ്പൊ അതനുസരിച്ച് എന്റെ ചേച്ചിനെ അമ്മാവന്റെ മോനാണ് കല്യാണം കഴിച്ചത്. അവർക്ക് 2 കുട്ടികളുണ്ട്. വസന്തനെ പറഞ്ഞ 2 കുട്ടികളുണ്ട്. ബൈസലോൺ. ആ 2 കുട്ടി അവർ പഠിച്ച് ഇപ്പൊ നന്നായിട്ട് അവർ പഠിച്ചു. ദൈവം അവരെ നടത്തുന്നു. പക്ഷെ അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അമ്മായിയും ഒക്കെ അവരൊക്കെ മരിച്ചുപോയി. അമ്മാവനും മരിച്ചുപോയി. എല്ലാവരും മരിച്ചുപോയി. ചേച്ചിയും കുടുംബവുമായിട്ട് 2 കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്നു. ബൈസലോൺ. ഹല്ലേലൂയ. അത് കരച്ചാല് ദേശത്താണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കേരളത്തിൽ വരുവാനിടയായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറയാണ്. ബൈസലോൺ. എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കയറി ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ ജനിച്ച വളർന്ന രാജസ്ഥാനും ഓഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടെ നിന്ന് 13 വയസ്സിൽ എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് 16 വയസ്സിൽ ഞാൻ കേരളത്തിൽ കടന്നു വരുന്നു. വന്നിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അവർ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ചേച്ചീനെയും ആങ്ങളെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്നെ ആരെങ്കിലും വരുമ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് അവിടെ കൊണ്ടുപോക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് വിടുവാൻ ഇട വന്നു. അതുമില്ല, അമ്മാവന്റെ ഒരു മൂത്ത സഹോദരി ഉണ്ടായിരുന്നു. അതിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞപ്പം അവിടെയും എന്നെ കൊണ്ട് നിർത്തുവാനിടയായി. ഞാൻ ഇവിടെ കേരളത്തിൽ വന്ന് എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുങ്ങൂടി സ്കൂളില് 3-4 മാസം പോയി. എനിക്ക് പിന്നെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവരമ്മ മരിച്ചു പോകുമ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം ഇവര് കുടുംബ വീട്ടും ഇച്ചിരി അകലെയാണ്. അപ്പോ കുറച്ചുനാൾ ഞങ്ങളെ കൊണ്ടുപോകട്ടെ, കുറച്ചുനാൾ എന്നെ മാത്രമേ വിടുന്നുള്ളൂ. വേറെ ആരും എന്റെ ആങ്ങളെന്നെ ഒന്നും വിടിയല്ല, ചേച്ചിനെ വിടിയല്ല, ഒന്നും വിടിയല്ല. ഇത് പല പ്രാവശ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും എന്റെ അമ്മയുടെ അനിയത്തി പറഞ്ഞു, ബിന്ദു ഇതാണ് ദൈവം, ഇതാണ്. അപ്പൊ യേശു ക്രിസ്തു എന്നെ പരിചയപ്പെടുത്തുവാണ്. അവർ വിശ്വാസികളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതാണ് ബിന്ദു ദൈവം, ജീവനുള്ള ദൈവം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നുമല്ല, ഞാനും ആരാധിച്ച നമ്മളെ രീതിയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചെയ്യുമ്പോൾ അപ്പോഴും ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ജീവനുള്ള ദൈവമാണ്. ഈ ദൈവം നമ്മളോട് ഒരു വാക്ക് പറഞ്ഞാൽ മാറിപ്പോകത്തില്ല, മറ്റതോ മാറിപ്പോകും. ഒരു കാലാവധി വരെ മാത്രമേ അത് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ഇല്ല. അല്ലെങ്കിൽ ആ സമയം ആ കാര്യം സാധിച്ചെങ്കിൽ സാധിച്ച. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്താണ് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ഹല്ലേലൂയ. നടക്കത്തില്ല എന്നല്ല. അപ്പൊ അതൊക്കെ നടക്കുമ്പോൾ ഞാൻ ആരാധിച്ചു വരുന്ന ദൈവമാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുവാൻ ഇടയായി. അവർ എന്റെ കയ്യിൽ ബൈബിൾ തന്നു. ഞാൻ ബൈബിൾ വലിച്ചെറിയുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ ഞാൻ വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ വേദനയും കഷ്ടവും ദുഃഖവും എവിടെ നിന്ന് വന്നോ എനിക്ക് അറിയില്ല. കഠിനമായ പ്രയാസങ്ങളും പലരുടെ നടുവിൽ ഞാൻ വളരെ വേദനകളുടെ നടുവിൽ കടന്നു പോകാനിടയായി. ഒരു ആളിനെ അക്സെപ്റ്റ് ചെയ്യോ മിണ്ടുവോ. അത് മാത്രമല്ല, വലിയ കഷ്ടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടിൽ കടന്നു പോകാനിടയായപ്പോൾ ഞാൻ അവസാനം യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, അപ്പാ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ ഏറ്റെടുത്തു. പറഞ്ഞു, 6 മണിക്കൂർ വേണ്ടി വന്നില്ല അങ്കിൾ, എനിക്ക് വേണ്ടി അടുത്ത ഒരു വാതിൽ ദൈവം തുറക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാതിൽ തുറന്നത് മമ്മിയുടെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തി. പുള്ളി
പുള്ളിക്കാരത്തി ഹോം നഴ്സിന് പോയിട്ടുണ്ടായിരുന്നു, ഹോം നഴ്സിംഗ് പോയിട്ടുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തോട് ആലോചന പ്രാപിച്ച വ്യക്തികളായിരുന്നു. അവരുടെ കൂടെ എൻ്റെ അടുത്ത് വന്നു. പക്ഷെ എന്നെ അങ്ങോട്ട് പന്ത് തട്ടുന്ന പോലെ എല്ലാവരും തട്ടി തട്ടി മാറ്റുക. എന്റെ ജീവിതം ഒന്നും ഇല്ലാത്തൊരു വട്ടപൂജ്യമുള്ളതാ. മാത്രമല്ല രാജസ്ഥാനിൽ വിളിച്ചവർക്ക് ദൈവം എന്നോട് കൂടെ ഉണ്ട്, ആ ദൈവത്തിന്റെ സന്നിധി. പക്ഷെ ആ ദൈവം ഈ ദൈവമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കാലത്തെ പിന്നെ സ്റ്റെപ്പായി ദൈവം വെളിപ്പാടും ദർശനങ്ങളും കാഴ്ചപ്പാടുകളും തന്നെ കഴിഞ്ഞപ്പോഴാണ് ഈ ദൈവത്തെ അറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവന്നു. ഈ ആന്റി എന്നെ തന്റെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറായി. അമ്മാവനോട് കാര്യങ്ങൾ പറഞ്ഞു, അവളുടെ കാര്യം അവൾ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഹോം നഴ്സിങ്ങിനെ കൊണ്ടുപോകാനിടയായി. പ്രൈസലോ അവിടെ ഹോം നഴ്സിങ്ങിന് ഞാൻ കടന്നു ചെന്നപ്പോൾ ഹോസ്റ്റലിൽ തന്നെ അവർ നമ്മളെ നിർത്തും. ഭയങ്കര നല്ല നിയമങ്ങളും കാര്യങ്ങളും ഭയങ്കര ശക്തമായിട്ടാണ് ആ ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഒരു മാസം 1.5 മാസം നമ്മൾ ഹോസ്റ്റലിൽ നിർത്തി നമ്മളെല്ലാം ഒരു പേഷ്യന്റിനെ നോക്കേണ്ട സകല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. പ്രൈസലോ മാത്രമല്ല ഒരു രോഗിയെ എങ്ങനെ നോക്കണം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ, അത് സകലതും. അപ്പൊ അവിടെ ഉണ്ടായ സംഭവം, എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ ചെറിയമ്മ എന്നോട് പറഞ്ഞത് ഡ്രസ് ഒന്നും എടുക്കണ്ട, ഒരു നൈറ്റി ഇടുന്ന ചുടിദാറൊക്കെ മതി, ബാക്കി ഡ്രസ്സിൽ ആവശ്യമില്ലായിരിക്കും എന്നോട് പറഞ്ഞു. ഈ ഇട്ടിരിക്കുന്ന ചുടിദാറും ഒരു നൈറ്റി കൂടെ എന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പോകാനിടയായി. ഇത് 3 കുടുംബത്തിന്റെ കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുള്ളൂ. വെച്ചാൽ എനിക്ക് അധിക പോസ്റ്റിംഗ് പോകേണ്ടി വന്നില്ല. ഫസ്റ്റ് പോസ്റ്റിംഗ് ഹോസ്പിറ്റലിലായിരുന്നു. 1.5 മാസമാണ് ഞാൻ താമസിച്ചത്. 1.5 മാസം താമസിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ ആയിരുന്നത് കൊണ്ട് ഫസ്റ്റ് സാലറി 600 റുപ്പീസാ, വേറെ 600 റുപ്പീസ് ആണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ നമുക്ക് ശമ്പളം കൂട്ടുന്നത്. 3 മാസം കഴിഞ്ഞ് നമ്മൾ വർക്ക് പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ്, അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ സാലറി കൂടുവാൻ ഇടവരത്തുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഒരു ഡ്രസ് പോലും കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ബാക്കിയല്ലാത്ത പല ആവശ്യങ്ങളും അവിടെ ഉണ്ടായി. ഒരു പെൺകുട്ടിക്ക് വ്യക്തമായ ആവശ്യങ്ങളുണ്ട്. ഞാൻ നിൽക്കുന്നത് ഹോസ്പിറ്റലിലാണ്. എനിക്ക് ഒരു സാലറി കിട്ടാൻ സമയമായിട്ടില്ല. എനിക്ക് ആ വീട്ടുകാരോട് 1 രൂപ പോലും ചോദിക്കാൻ പെർമിഷൻ ഇല്ല, പെർമിഷൻ ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇന്ന ആവശ്യമാണ്. ഒരു മാസത്തിൽ ഒരു പെൺകുഞ്ഞിന്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. അത് വരുന്നതനുസരിച്ച് ഞാൻ വീട്ടിൽ ലെറ്റർ അയച്ചു, അടുപ്പിച്ച് അയച്ചു. അവർ എനിക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. ആ ലെറ്ററിന്റെ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് പൈസ അയച്ചു തരാൻ പറഞ്ഞു, അയച്ചു തന്നില്ല. എനിക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു. എന്റെ ഉണ്ടായിരുന്ന ചുടിദാർ കീറി ഞാൻ എന്റെ കാര്യങ്ങൾ നടത്തുവാൻ ഇടയായി. പേശലോ അങ്ങനെ നിൽക്കുമ്പോൾ ആ പേഷ്യന്റ് 1.5 മാസം കഴിയുമ്പോൾ മരിച്ചു പോയി കഴിയുമ്പം നിയമപ്രകാരം മരിച്ച ഉടനെ ഓഫീസിൽ അറിയിക്കണം, കുട്ടിയെ തിരിച്ച് വേഗത്തിൽ കൊണ്ടു കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ റൂൾസ്. അപ്പോ അവർ പറഞ്ഞു, അവരെ മരിച്ച് അവർ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റി അല്ലാത്ത വേറൊരു വസ്ത്രം എനിക്കില്ല. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവർ വീട്ടിൽ ചെന്നാൽ അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ തിരിച്ച് ഓഫീസിൽ പോകുമ്പോൾ എന്തായിരിക്കുന്നു ഉടുത്തിട്ട് പോകണം, ഉടുക്കാനുള്ള ഡ്രസ്സ് എന്റെ കയ്യിൽ ഇല്ല. പ്രൈസ്. അങ്ങനെ ഭാരപ്പെട്ട് ഞാൻ നിൽക്കുമ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, അവർ എല്ലാവരും ഡ്രസ് മേടിച്ചു, അവർക്കുള്ള ഡ്രസ് എല്ലാം മേടിച്ചു. അവർ മരിച്ചു കഴിയുമ്പോൾ ബ്ലാക്ക് ഡ്രസ്സാണ് അവർ മക്കാത്തോലിക്കാർ അവിടെ അതാണ് ഇടുന്നത്. അപ്പോ എനിക്ക് വേണ്ടി ഡ്രസ് അവർ മേടിച്ച് തരുവാനിടയായി. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. പേസലോൺ വെച്ചാൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ എനിക്ക് ഇടയായി. അവരുടെ വിശ്വാസവും ഞാനവിടെ വായിക്കുന്ന ബൈബിളും, അവരുടെ ബൈബിള് വായിക്കുമ്പോൾ ഡോക്ടറൊക്കെ ഇങ്ങനെ വന്ന് നോക്കും, ഞാൻ നോർത്ത് ഇന്ത്യക്കാരിയായിട്ട് ഇത്ര ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനും ഇടയായി. പേസലോൺ അത് മാത്രമല്ല കൂട്ടി വായിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർ വചനം വായിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അവർക്ക് സന്തോഷം. പേസലോൺ അല്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ഞാൻ വീണ്ടും ഓഫീസിലോട്ട് വന്നു. അത് കഴിഞ്ഞ് 2-3 പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റിങ്ങിന് പോയാൽ ദൈവകൃപയാൽ, എന്റെ കഴിവല്ല, എന്നെ നടത്തുന്ന ദൈവം ശക്തനുള്ള ദൈവമായിരുന്നത് കൊണ്ട് ഞാൻ 2-3 പോസ്റ്റിങ്ങുകളിൽ കടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാക്കോബ ഭവനത്തിലാണ് കടന്നു ചെല്ലുന്നത്. അവിടെ നമ്മുടെ വേദ പുസ്തകം തന്നെയാണ്. അവർക്ക് വിഗ്രഹങ്ങളോ ആരാധനകളോ ഒന്നും ഇല്ലായിരുന്നു. അവിടുത്തെ ആന്റി വളരെ ഭയഭക്തിയോടും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ആന്റി ആയിരുന്നു.
അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളും. അവരെ വലിയ അമ്മയെയാണ്, അവരെ അമ്മയമ്മ തന്നെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അവിടെ അങ്കിളും ആന്റിയും, അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളെ മാത്രമേ ഉള്ളൂ. അവർ കല്യാണം കഴിഞ്ഞ് പോയതാണ്. ആന്റി മാത്രമേ ഉള്ളൂ. ആന്റി എന്ത് ചെയ്യും, അങ്കിൾ പോയി കഴിഞ്ഞാല് പകൽ സമയത്ത്, രാത്രി യാമങ്ങളെ എന്താ നമുക്ക് അറിയത്തില്ല, പക്ഷെ പകൽ സമയത്ത് അവർ 10-10:30 2 പാട്ട് പാടും, വചനം വായിക്കും, പ്രാർത്ഥിക്കും. എന്നെ വചനത്തിന്റെ അകത്ത് എല്ലാം നമ്മൾ ഏറ്റെടുക്കുന്ന പോലെ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അവിടെ വെച്ച് ദൈവം എന്നോട് ശക്തമായി ഇടപെടുവാനിടയായി. ഹല്ലേലൂയ. അവിടെ നിന്ന് ഈ ആന്റി പറയുന്ന വചനം ഞാൻ കേൾക്കും. അവർ വായിക്കുമ്പോൾ വചനങ്ങളും ഞാൻ ശ്രദ്ധിക്കും, അവർ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കും, അവർ പാട്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് പേഷ്യന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നമുക്കവിടെ ചെയ്യാൻ വ്യവസ്ഥയില്ല. പേഷ്യന്റെ കാര്യം എനിക്ക് തോന്നുന്നു 8-8 എന്റെ പരിപാടി എല്ലാം കഴിയും, പേഷ്യന്റെ കാര്യം എല്ലാം നോക്കി കഴിയും. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാം, എനിക്ക് എന്താണോ ചെയ്യാനുള്ളത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അവിടെ എങ്ങനെ നിൽക്കുമ്പോൾ ആന്റി ഈ വചനം വായിക്കും, ബൈബിള് എനിക്ക് വായിക്കാൻ തരും. അങ്ങനെ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പം എന്റെ സ്നാനത്തെ കുറിച്ച് ദൈവമാത്മാവ് വെളിപ്പെടുത്തുവാൻ ഇടയായി. വ്യക്തമായ സ്പഷ്ടമായ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും, ആരൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ നടത്തും. മാത്രമല്ല എനിക്ക് നടക്കാൻ പോലും സ്നാനം എന്നെ സ്നാനപ്പെടുത്തുന്ന ദേവദാസനെ ദൈവാത്മാവ് വെളിപ്പെടുത്തുവാനിടയായി. ഈ കാഴ്ചപ്പാടെല്ലാം കണ്ടിട്ടാണ് ആ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോവാൻ ഇടവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനു മുമ്പ് വേറെ കാര്യങ്ങൾ ദൈവം എന്നോട് ഇടപെടുവാനിടയായി. നമ്മുടെ ഗുജറാത്തിൽ നടക്കുന്ന ഭൂകമ്പം നടക്കുമ്പോൾ ഞാൻ ആ കെട്ടിടത്തിന്റെ നടുവിൽ എന്റെ കൈ കുപ്പി വെച്ച് സ്തോത്രം 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 പറയുന്നു. ഈ കെട്ടിടങ്ങളെല്ലാം താരോട്ട് വീഴുക, പക്ഷെ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ ഈ കെട്ടിടങ്ങൾ മുഴുവൻ താര വീഴുക. പിറ്റേന്ന് ദിവസം ആന്റി TV ഓൺ ആക്കുമ്പോൾ ഈ കണ്ട കാഴ്ചപ്പാട് അതേപടി ടിവിയിലും ബാംഗ്ലൂരിൽ നടക്കുന്ന ഗുജറാത്തിലൊക്കെ നടക്കുന്ന ഭൂകമ്പങ്ങളും അതിനെല്ലാം കെട്ടിടങ്ങൾ വീഴുന്നതും ഞാൻ ആന്റിയോട് പറഞ്ഞു, ഞാൻ ഇത് എല്ലാം സ്വപ്നത്തിൽ കണ്ടാണല്ലോ ആന്റി, അത് ദൈവം ഇടപെട്ടായി. അവരുടെ വിശ്വാസം അത്ര മാത്രമുണ്ട്, അവർക്ക് നമ്മളോട് ദൈവം സംസാരിക്കുന്നു എന്ന് ആന്റിക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം എന്നോട് കടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് യോഹന്നാനിന്റെ 3-ാമത്തെ അധ്യായം വായിക്കാൻ പറഞ്ഞു. എനിക്ക് എത്ര മാത്രം ഇത് കൂട്ടി വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മുമ്പിൽ വായിച്ചപ്പം വായിച്ച് വരുമ്പം പുറകിലെ കാര്യം വിട്ടപ്പം അങ്ങനെയൊക്കെ വരുമായിരുന്നു. അപ്പോ അതിലൊക്കെ സ്നാനത്തെ കുറിച്ച്, സ്നാനം ഹിന്ദിയിൽ പറയുന്നത് കുളി തന്നെയാണ്. അപ്പൊ ആ സ്നാനം ആ വാക്കുകൾ എന്റെ മെമ്മറിയിലോട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് കാഴ്ചപ്പാട് എന്റെ നടക്കാൻ കൂടിയ സ്നാനവും കാര്യങ്ങളും എല്ലാമായിരുന്നു. അവിടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി. അത് കഴിഞ്ഞ് അവിടെ തന്നെ നിന്ന് കഴിയുമ്പോഴത്തേക്കാണ് ദൈവം വ്യക്തമായി പിന്നെ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ ഭക്ഷണം ഉണ്ടാക്കും, എന്റെ പ്ലേറ്റിൽ എനിക്ക് വിളമ്പിത്തരുന്ന ഒരു വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് കാണിച്ചത്. പക്ഷെ അത് പറയുമ്പോഴത്തേക്ക് അടുത്ത ശബ്ദം എന്നോട് സംസാരിക്കുന്നു, നീ എഴുന്നേറ്റ് ബൈബിൾ വായിക്കാൻ പറയുന്നു. പിന്നെ ഞാൻ അവിടെ ഇവിടെ നോക്കുന്നു, ആരായി സംസാരിക്കുന്നു. ഇപ്പൊ നോക്കുമ്പോ അവിടെ ആരും കണ്ടില്ല. 2-ാമത്തെ ശബ്ദം പിന്നെയും ഉണ്ടാവുന്നു, 3-ാമത്തെ ശബ്ദം പിന്നെയും കേൾക്കുന്നു. രാവിലെ നിന്ന് ആന്റിയോട് ഞാൻ പറഞ്ഞു, ആന്റി ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ നോക്കി പാടെയൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ എന്നോട് വ്യക്തമായി ഇങ്ങനെ സംസാരിച്ചു ബൈബിള് വായിക്കാൻ പറയുന്നു. അപ്പൊ അവർ പറഞ്ഞു, ബിന്ദു ദൈവം നിന്നോട് സംസാരിക്കുന്ന, നീ ദൈവം പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്ന് 41 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ദൈവം ശക്തമായി 3-ാമത്തെ ടൈം ദൈവം പറയുന്നത് ശക്തമായ വാക്കാണ്. നിന്നോട് അല്ലേ പറഞ്ഞ് ബൈബിള് വായിക്കാൻ. അങ്ങനെ ശക്തമായ വാക്ക് പറയുമ്പോൾ ഞാൻ ദൈവത്തോട് അനുസരിച്ച് ഇല്ല എന്നല്ല, അനുസരിച്ച് വായിക്കാൻ നോക്കി പറ്റുന്നില്ല. ബൈബിൾ അങ്ങ് അടച്ചു വെക്കുവാനിടയായി. അപ്പൊ ദൈവം പറഞ്ഞു, പിന്നെ ആ ശബ്ദം തന്നെ മുഴക്കം പോലെ എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കാൻ കട്ടാൻ, ഞാൻ 41 ദിവസം അങ്ങ് മുട്ടുകുത്താം, ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങാം. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പം അവിടെ നടന്ന അത്ഭുതങ്ങൾ വലിയതായിരുന്നു. ബൈബിൾ വായിക്കുന്നനുസരിച്ച് അത് വാക്കുകൾ മാത്രമല്ല, അതിന്റെ ആഴങ്ങളും അതിന്റെ മർമ്മങ്ങളും അതിന്റെ വലിയ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ എന്നെ ദൈവം സഹായിച്ചു. യോഗ്യതയില്ല, ഹിന്ദി ഭാഷ മാത്രമേ അറിയാവുള്ളൂ. എന്നിട്ട് പോലും
ദൈവം എന്നെ അങ്ങനെ സഹായിച്ചു. അത് എനിക്ക് മാത്രമല്ല, ആ വീട്ടുകാർക്ക് പോലും അത് അതിശയമായിരുന്നു. അതിന്റെ ആരങ്ങളും മർമ്മങ്ങളും അത് കാര്യങ്ങളും പറയുവാൻ തക്ക വിധത്തിൽ എന്നെ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കാൻ ഇടയായി. അവരും അത് വിശ്വസിക്കാൻ ഇടയായി. ദൈവം അവളിൽ നിന്ന് എന്തോ ദൈവം അവളിൽ നിന്ന് എന്തോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അങ്കിൾക്കും ആന്റിക്കും വിശ്വാസം വരുവാനിടയായി. ആ സമയത്താണ് എനിക്ക് വീട്ടിൽ വരാനുള്ള അവസരം ഒരുക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് വിശ്വാസത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കുടുംബം മൊത്തം വിശ്വാസത്തിലാണ്. അവർ എൻ്റെ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങി ചർച്ചിലെ കാര്യങ്ങൾ സംസാരിച്ചു. ഇത്ര മാത്രം ദൈവം എന്നിൽ പ്രവർത്തിച്ചു എന്ന ചർച്ചക്കാർക്ക് അറിയത്തില്ല, വേറെ ആർക്കും അത് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളുടെ കൂടെ 1-2 വീഡിയോ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി. അവിടെ ചർച്ചിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി. അങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന കാര്യം അവർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മാസയോഗമാണ്, ഈ ആഴ്ച മാസയോഗമാണ്, നീ അടുത്ത പ്രാവശ്യം വാ, അപ്പൊ സ്നാനപ്പെടുത്താം. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഈ പ്രാവശ്യം സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. നീ എവിടെ നിന്നും അപ്പൊ അവർ മീറ്റിംഗ് നടത്തുന്നു, കാര്യങ്ങൾ പറയുന്നു. ഇവിടെ എങ്ങനെ സ്നാനപ്പെടുത്താൻ പറ്റും? അവർ രാജസ്ഥാനിൽ വന്നോട് കുറിച്ചാ ദൈവത്തിനെ കുറിച്ച് വല്ലതും അറിയാവോ? യേശു ആരാന്ന് വല്ലതും അറിയാവോ? ഇത് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് എവിടെ പോകും? പിന്നെ അത് ജോലിക്ക് പോവില്ലേ? അവിടെ പോയി എങ്ങനെ ജീവിക്കുന്നു? നിങ്ങൾക്കോ എനിക്കോ വല്ല അറിയാവോ? അങ്ങനെയൊക്കെ ചില ചർച്ചകൾ നടന്നു കഴിഞ്ഞപ്പോഴും അവിടെ പ്രവാചിയും ദൈവികമായി ജീവിക്കുന്ന ഒരു സഹോദരി എഴുന്നേറ്റ് പറഞ്ഞു, ഫിലിപ്പോസ് സണ്ടനോടും ദൈവവചനം അറിയിക്കുവാൻ അതിനെ പൊരുൾ ചോദിച്ചപ്പോൾ കൂടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഇതാ വെള്ളം, എനിക്ക് വിരോധമില്ല, എന്നെ സ്നാനപ്പെടുത്തിയാൽ സ്നാനം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഫിലിപ്പോസ് എന്നെ സ്നാനപ്പെടുത്തു. പിന്നെ ഫിലിപ്പോസ് എങ്ങോട്ട് പോയി അറിയത്തില്ല, ദൈവാത്മാ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഈ സഹോദരൻ തന്റെ എവിടെ നിന്ന് വന്നോ അവിടേക്കും മടങ്ങി കടന്നു പോയി. ഈ സണ്ടൻ എങ്ങോട്ട് പോയി ആർക്കെങ്കിലും അറിയാവോ? പിന്നെ ആ സണ്ടൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചത് നിങ്ങൾക്ക് അറിയാവോ? പക്ഷെ ഒരു ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർ സ്നാനപ്പെടണം, അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നാനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവർ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല, സ്നാനം നടത്താനോ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ഒരു പൈസയോ ഒരു സാമ്പത്തികയോ അല്ലെങ്കിൽ പാസ്റ്റർക്ക് ഒരു സ്വോത്ര കാഴ്ച കൊടുക്കാനോ എൻ്റെ കയ്യിൽ ആ സമയത്ത് ജോലിക്ക് പോയെങ്കിലും എൻ്റെ കയ്യിൽ ആ സമയത്ത് ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വാസ്തവമായി ഞാൻ നോക്കുമ്പോൾ 3-4 വണ്ടി അവർ സ്നാനപ്പെടുത്തിയെല്ലാം വരക്ക് പറഞ്ഞിട്ടാണ് വീട്ടിൽ വിട്ടത്. ഇവിടെ കുളം കഴുകാൻ വ്യക്തികളില്ല, ഈ മാസയോഗമുള്ളത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കണം, പല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആ കുളം കഴുകാൻ പറ്റത്തില്ല, അതുകൊണ്ട് സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിന്നെ സ്നാനപ്പെടുത്താം എന്നവർ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ അച്ഛൻ എന്നോട് ഒരൊക്കെ പറഞ്ഞു, കുഞ്ഞപ്പ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പക്ഷെ കാര്യം പറയുന്നത് മനസ്സിലാക്കാനല്ല, അവിടുത്തെ പാസ്റ്റർ ഞങ്ങൾക്ക് ദൈവാത്മ വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ ഒരു സ്നാനം നടക്കും. ഈ മാസയോഗം നടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്നാനം നടക്കും. പാസ്റ്റർ ഒരു അക്ഷരം ഇന്ത്യയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ മീറ്റിംഗുകൾ നടക്കുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾ പറയുമ്പോൾ പാസ്റ്റർ മിണ്ടാതെ നിന്ന് സ്തോത്രം 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 മാത്രം പറഞ്ഞ് അവിടെ നിൽക്കുവാനിടയായി. പിറ്റേ ദിവസം ഈ ഞായറാഴ്ച രാവിലെ സ്നാനം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീട്ടിൽ ഇരുന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കിടക്കുമ്പോഴത്തേക്ക് 2 കുട്ടികളുടെ കവിതയും പിന്നെ വേറൊരു കുഞ്ഞും ആ പ്രവാചകന് പറഞ്ഞ സഹോദരിയുടെ മകളും കൂടെ വന്ന ചേച്ചിക്ക് സ്നാനപ്പെടേണ്ടേ, അവിടെ എല്ലാം റെഡിയായിരിക്കുവാന്ന് പറഞ്ഞു. അതിശയം, ദൈവത്തിന് വലിയ അതിശയം. അങ്ങനെ പറയുമ്പോൾ എനിക്ക് അവർക്ക് ഒന്നും കൊടുക്കാനില്ല താനും. പക്ഷെ അവരങ്ങനെ അത് മാത്രമല്ല, ഞങ്ങളുടെ പാസ്റ്ററെ മുട്ടിന്റെ താര വരെ കാൽ ഒടിഞ്ഞ് കടന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായിട്ട് കാൽ ഒടിഞ്ഞിരിക്കുക. ഈ പാസ്റ്റർ വേണം എന്നെ സ്നാനപ്പെടുത്താൻ. പ്രൈസ് ദി ലോർഡ്. ഈ പാസ്റ്റർ അങ്കിൾ വേണം എന്നെ സ്നാനപ്പെടുത്തുവാനും. അപ്പൊ തവളപ്പാറയില് ഈ പാറകളുടെ നടുവിൽ വെള്ളം കെട്ടുകിടപ്പുണ്ട്. അപ്പൊ അവർ പറഞ്ഞു അവിടെ വെള്ളം നല്ലതാണ്, നല്ല പാറകൾ, നല്ലൊരു അന്തരീക്ഷമായിരുന്നു. എന്നെ അവിടെ സ്നാനപ്പെടുത്തുവാൻ അവർ കൊണ്ടുപോയി. വണ്ടികളെല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്തു, എല്ലാം കാര്യം അവർ ചെയ്തു. ഞാൻ പോയി ഒന്ന് സ്നാനപ്പെട്ടാൽ മതി എന്നുള്ളത്. എൻ്റെ ദൈവം എത്ര വലിയവനാണ്! അവിടെ ആ അത്ഭുതം, ആ അതിശയ പ്രവൃത്തി എൻ്റെ ദൈവം ചെയ്യുവാനിടയായി. ഞാൻ പോയി വണ്ടി കയറി അവിടെ പോയി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ കാല് നല്ല മുറിവാണ്. മാത്രമല്ല
പാസ്റ്ററങ്ങൾ നിയമപ്രകാരം വചനത്തിൽ എത്ര ആഴത്തിൽ ചെല്ലണോ അത്തരത്തിൽ ആഴത്തിൽ ആ കാല് കൊണ്ട് കടന്നു പോയി എന്നെ സ്നാനപ്പെടുത്താൻ വേണ്ടി എന്നെ വിളിക്കുകയും ചെയ്തു. അപ്പോ അവർ അച്ഛൻ പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞ പാസ്റ്റർ കേൾക്കത്തില്ല, കാല് വയ്യാതിരിക്കുകയല്ല, പിന്നെ എന്തുകൊണ്ട് ഇത്ര ആഴത്തിൽ പോകുന്നു, എന്തെങ്കിലും വന്ന പോയാൽ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് പാസ്റ്റർ അതൊന്നും കേട്ടില്ല. പാസ്റ്റർ ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടും സർവശക്തനായ ദൈവം എന്നോട് സംസാരിച്ച വാക്കുകളും അതിനെ മുറുക്കെ പിടിക്കുവാനും ഞാൻ അവിടെ സ്നാനപ്പെടുവാനിടയായി. കഴിച്ചവർ പാസ്റ്ററിനെ സ്നാനപ്പെടുത്തി പുറത്തിറങ്ങി വന്നു. എനിക്ക് ഉണ്ടാകുന്ന വെള്ള ഡ്രസ് ഞാൻ ഇട്ട് വന്നപ്പോൾ പാസ്റ്റർ ദൈവത്തെ സ്തുതിച്ചു. കഴിച്ചവർ മാത്രമല്ല പാസ്റ്ററുകൾ ചർച്ചയിൽ വന്നിട്ട് കാര്യം പറഞ്ഞു, ഇവിടെ ഒരു സ്നാനം നടക്കും, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വെളിപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. അത് ദൈവസന്നിധിയിൽ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത് പൗലോസോടും അനന്യാസോടും ദൈവം സംസാരിക്കുന്നു. പ്രൈസലോർഡ്. അവരുടെ വേണ്ടി പോയി പ്രാർത്ഥിക്കണം, അവിടെ സ്നാനപ്പെടുന്ന കാര്യം പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം സംസാരിക്കുന്നു. അതുപോലെ തന്നെ പത്രോസിനോടും ധനികനായ വീട്ടില് നിൽക്കുന്ന സഹോദരനോടും ദൈവത്തിന്റെ ആത്മ ഇടപെടുന്നു. ഇന്നയാളെ വിളിക്ക്, അവനോട് ദൈവവചനം കേൾക്ക്, ജനം നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ ദൈവം പറയുമ്പോൾ പ്രൈസലോർഡ് പത്രോസിനോടും ആ കാഴ്ചപ്പാട് ദൈവം കൊടുക്കുന്നു. തോണിരകത്ത് ദൈവം പല മൃഗങ്ങളെയും പല കാര്യങ്ങളും അഴിച്ചു കൊടുക്കുമ്പോൾ ഈ അറുപ്പായത് ഞാൻ തിന്നിട്ടില്ല ദൈവമേ, ദൈവത്തോടും പത്രോസ് പറയുകയാണ്. അപ്പോഴും ദൈവം പറഞ്ഞ എല്ലാം അറുപ്പായി കരുതുവാൻ വ്യവസ്ഥയില്ല. ഇത് പറഞ്ഞ പോലെ ഹരിജനാണെന്ന് പറയാൻ വ്യവസ്ഥയൊന്നും എനിക്കില്ല. ആരെയും സ്നേഹിക്കാൻ അധികാരം, സ്നേഹവും കരുതലും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനുള്ള കൃപയെ തരുന്നത് ദൈവമാണ്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ബേസലോട് ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചാൽ ലാസ്റ്റ് സ്റ്റേജ് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വിട്ടു പോരണം എന്ന ദൈവത്തിന്റെ ആത്മ ഇടപെടുന്ന കുടുംബമായിരുന്നു. ലാസ്റ്റ് പോസ്റ്റിംഗ്. ബേസലോട് ഹല്ലേലൂയ. ലാസ്റ്റ് പോസ്റ്റിംഗിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മച്ചിക്ക് ലിവറിന് എന്തോ പ്രശ്നമാണ്. ലിവറിന്റെ പ്രശ്നം. അവിടെ വേറെ ആരും ഇല്ല. ആ അമ്മച്ചിയുടെ മരുമകളും അതിലൊരു മോൾ മാത്രമേ അവിടെ ഉള്ളൂ. ദൈവം എന്നെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവസന്ധി വന്ന് കഴിഞ്ഞ് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ ഒരു പോസ്റ്റിങ്ങിന് പോകും. പിന്നെ അവരോട് ഡിമാൻഡ് വെക്കും, എനിക്ക് പ്രാർത്ഥിക്കണം, ഇത്രേ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയം നിങ്ങൾ വിട്ടു തരണം, എന്നാലേ ഞാൻ ആ പോസ്റ്റിങ്ങിന് പോവുകയുള്ളൂ. അപ്പൊ ഉപവസിച്ച് ദൈവം തരുന്ന ഭവനങ്ങളും എനിക്ക് നല്ല സേഫും എന്നെ സൂക്ഷിക്കുകയും എല്ലാം തരത്തിൽ എനിക്ക് കെയർ ചെയ്യുന്ന ഭവനത്തിന് മാത്രമായിരുന്നു ഞാൻ പോയത്. അവിടെ ഞാൻ അങ്ങനെ തന്നെ പോയി. അവര് കുടുംബ വീട്ടിനും അവർ കുറച്ച് മാറിയാണ് താമസിച്ചത്. ബേസറോട് ഞാൻ പറഞ്ഞിട്ട് അവർ അവസാനം കുടുംബ വീട്ടിൽ നിന്ന് അമ്മച്ചിനെ കൊണ്ടുവരികയും അമ്മച്ചിയുടെ ഒരു മരുമകളെ നേഴ്സാണ്. അപ്പൊ ഡ്രിപ്പ് ഇടണം. ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പം അവർക്ക് ഡ്രിപ്പ് ഇടണം. പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഓടി ഓടി അവിടെ വരെ വരാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് കുടുംബ വീട്ടിൽ വന്ന് താമസിക്കുവാനിടയായി. ബേസറോ അവിടെ വന്ന് താമസിച്ചപ്പോൾ ഈ അമ്മച്ചി മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മകനോ കടന്നു വന്നു. അപ്പൊ ദൈവം എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. ബേസറോ പൊക്കോളാൻ ദൈവം പറഞ്ഞപ്പോൾ അവർ മരിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് നമ്മൾ ഓഫീസിൽ അറിയിക്കണം. അപ്പൊ അവർ പറഞ്ഞു എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, ഈ അമ്മച്ചിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഈ സഹോദരൻ മടങ്ങി തന്റെ ജോലിക്ക് പോകും, വൈഫിന്റെ വീട്ടിലോട്ട് പോകും, ആ കുടുംബ വീട്ടില് അടിച്ച് പൂട്ടി വെക്കും. അങ്ങനെയാണ് അവരുടെ പ്ലാൻ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോൾ പിറ്റേന്ന് ദിവസം ആ ദിവസം ദൈവം പറഞ്ഞു പൊക്കോളാൻ എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട പൊക്കോളാൻ പറഞ്ഞു. പിറ്റേന്ന് ദിവസവും ദൈവം ആത്മാവിനോട് അങ്ങനെ വ്യക്തമായി സംസാരിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അങ്ങ് പൊക്കോളാം. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ, ബിന്ദു കുഴപ്പമൊന്നുമില്ല, ബിന്ദു ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വിളിക്കുന്ന പേരാണ് ബിന്ദു കേട്ടോ. അപ്പോ അതുകൊണ്ട് നിൽക്കാൻ പറ്റുവാണെങ്കിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു. പിറ്റേന്ന് ദിവസം ശക്തമായി സംസാരിച്ചു. ഇവിടുന്ന് പൊക്കോളാൻ. എന്താണ് സംഭവം എനിക്ക് അറിയത്തില്ല. പക്ഷെ സംഭവം ഇവിടെ ഉണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ വീട്ടിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു, ഇവിടുന്ന് പോകാൻ പറഞ്ഞു. അവിടെ പോയാലും ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ദൈവമല്ലേ പോവാൻ പറഞ്ഞത്, പോയേ തീരും. അപ്പൊ അവരോട് പറഞ്ഞു എനിക്ക് പോയേ പറ്റത്തുള്ളൂ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോ അവർ പറഞ്ഞു ഞങ്ങളിൽ അങ്കിള് എന്നെ വണ്ടി കയറ്റി ഓഫീസിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് പറഞ്ഞു ഞാനോ ചേച്ചിയോ എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, എന്തെങ്കിലും കാര്യമാണോ, അവര് എന്നോട് ഭയങ്കര സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, എനിക്കല്ലേ അറിയാവുള്ളൂ, ദൈവം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരോട് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല.
ഞാൻ അവിടെ നിന്ന് കടന്നു പോകാനിടയായി. പിന്നെ ഞാൻ ഹോം നഴ്സിംഗിന് പോയിട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി 1.5 മാസത്തോളം എൻ്റെ അമ്മ വന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മറിഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കാനിടയായി. എൻ്റെ അമ്മാവൻ ഉണ്ടായിരുന്ന കാലം വരെ വലിയ ആർക്കും എൻ്റെ നേരെ നിൽക്കാനോ മാറി നിന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അമ്മാവന്റെ മുമ്പിലൊന്നും ആർക്കും എന്നോട് സംസാരിക്കാനോ പറയാനൊന്നും ആർക്കും ധൈര്യമില്ലായിരുന്നു. എന്നാൽ അമ്മാവൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കുടുംബം സേഫ് ആയിരുന്നു. എനിക്ക് അവര് 3 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്, 2 ആൺപിള്ളേരും ഉണ്ട്. അപ്പൊ അതിന് അഭിചേട്ടനൊക്കെ കോട്ടയത്തെ കണ്ടിരുന്ന് പഠിക്കുകയും ചെയ്യുന്നു. അയാൾ ബോംബെയിൽ ദൈവവേലയ്ക്കായിട്ട് ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞ് 3 പെൺകുഞ്ഞുങ്ങളെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കടന്നുകൊണ്ടിരുന്നത്. അത് സേഫ് ആയിരുന്നു, സുരക്ഷിതമായ ഒരിടം എനിക്ക് വേണ്ടിയായിരുന്നു. ദൈവം എനിക്കത് കരുതിയതായിരുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മാത്രമല്ല അമ്മാവന് മരിക്കുന്ന മുമ്പ് ഞാൻ ആ സ്റ്റെപ്പിൽ ഇരിക്കുമ്പോൾ അമ്മാവൻ റബ്ബർ വെട്ടി മേലോട്ട് വരുമ്പോഴത്തേക്ക് തിരിഞ്ഞ് എന്നെ നോക്കുന്നു. അപ്പോ ഞാൻ ചേച്ചിയുടെ മോനെ അടുത്തിരിക്കൊണ്ട് മോനെ അമ്മ നിന്റെ മേലായിരിക്കും കൊണ്ടുപോകാൻ പറഞ്ഞു, കൈ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അവന് കൈ പിടിച്ചോണ്ട് അമ്മനെ മേളിൽ ഭവനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു കരച്ചിലും നിലവിളിയുടെ ശബ്ദം കേട്ടു. ഓടിച്ചെന്നെ നോക്കുമ്പോൾ അമ്മാവന്റെ തലയുടെ നരം പൊട്ടി അവിടെ തന്നെ തളർന്നു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അന്ന് രാത്രി തന്നെ അമ്മാവൻ മരിക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ കാണാം എൻ്റെ ജീവിതത്തിൽ മറിയുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. എന്നെ നോക്കാൻ ആരുമില്ല, കൊണ്ടുവന്ന ആൾ മരിച്ചു പോയി. ഇനി നോക്കണമെങ്കിൽ അവിടെ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, ഹല്ലേലൂയ, എൻ്റെ മകൻ അവളെ നോക്കേണ്ട ആവശ്യമില്ല, അത് പറയേണ്ട കാര്യമില്ല. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാ, എന്നെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പോ അവർ പറയുന്ന വാക്ക് എങ്ങനെയാണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് സേഫായി തോന്നിയ ഭവനത്തില് ആണ് ഞാൻ വന്ന് അവർക്ക് ചെയ്യാനൊക്കെ എന്തൊക്കെയുണ്ടോ അത് ചെയ്തു കൊടുത്തിട്ട് അവിടെ ചെന്ന് ഞാൻ പഠിക്കും. എനിക്ക് ബൈബിൾ കോളേജിൽ പോകാൻ ദൈവം ഒരു അവസരം ഇവിടെ ഒരുക്കിയായിരുന്നു. അമ്മാവൻ മരിക്കുന്ന മുമ്പേ തന്നെ എനിക്ക് അവസരം ഒരുക്കി. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് രാജു പാസ്റ്റർ പറയുന്ന ഞങ്ങളുടെ വീട് കുറച്ച് ദൂരമേ ഉള്ളൂ. അവർ 10-20 പിള്ളേരിനെ അവിടെ നിർത്തിയിട്ടും അല്ലാത്തതും പോയിട്ട് വരുന്ന കുട്ടികളൊക്കെ ബൈബിൾ പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ വൈഫ് അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ദൈവം എന്നോട് സംസാരിച്ചത് അങ്ങനെയായിരുന്നു, നിനക്ക് സേഫായി സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ബൈബിൾ കോളേജിൽ വിടുന്നതാണ് എന്നോട് അങ്ങനെ ദൈവം സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. എനിക്ക് ആ സമയത്ത് കുറച്ച് പൈസ എൻ്റെ കയ്യിലോട്ട് ബുക്കും അത്യാവശ്യ കാര്യങ്ങളൊക്കെ മേടിച്ച് ഞാൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മാവന്റെ ഇങ്ങനെ മരണം ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഒരു നേരം ആഹാരം കൂടെ എനിക്ക് കിട്ടുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ആ കുടുംബത്തിന് സ്തോത്രം പറയുന്നു. 4 മണിക്കൂർ കാപ്പി എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അത് എൻ്റെ ഫ്യൂച്ചറിൽ ആവശ്യമുള്ള വിഷയമായിരുന്നു. അത് എല്ലാവർക്കും ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എൻ്റെ സമയത്തിൽ എനിക്കത് ചെറിയ കാര്യമല്ലായിരുന്നു. ദൈവം എനിക്ക് ആ കുടുംബത്തിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് പ്രൈസ് ഹല്ലേലൂയ. ആ സമയത്ത് എനിക്ക് അതിൻ്റെ ഒക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വീട്ടിന് ഇവിടെ നിന്ന് കഴിച്ചെങ്കിൽ അടുത്ത സമയം ചിലപ്പം അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലായിരിക്കും. അങ്ങനെ അല്ലാത്ത വേറൊരു സാഹചര്യത്തിൽ വേറൊരു തരത്തിൽ എനിക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം വേറെ ഒന്നും എനിക്കില്ല. എനിക്ക് പിന്നെ ജോലിയും ഇല്ല. അങ്ങനെ വന്ന് ഞാൻ നിൽക്കുമ്പോൾ അടുത്ത അവിടെ സ്റ്റെപ്പ് പറയുന്നത്, ഒരു ദേവദാസൻ വീട്ടിൽ കടന്നു വരുന്നു. ആ ദേവദാസൻ പറയുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് അമ്മാവന്റെ ജോലി കിട്ടണം, വീട്ടിൽ പല കാര്യങ്ങൾ ക്രമീകരണത്തിൽ വരണം, ഒത്തിരി വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞുമോനെ പറഞ്ഞു ഭാഷയോട് കടന്നു വന്നു. ഇവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ വീട്ടിൽ നിന്ന് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്ക് വിടുതൽ എടുത്ത് കൊടുക്കുവാൻ തക്കവണ്ണ ദേവദാസനോട് നിന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും സമർപ്പിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ദൈവത്തിന്റെ ഒരു ശബ്ദം പിന്നെ എന്നെ കേൾപ്പാനിടയായി, ഞാൻ നിനക്ക് സ്വസ്ഥതമായി താമസിക്കാൻ ഒരു അടവൊരുക്കുവാൻ പോകുന്നു. അങ്ങനെ ദൈവം പറഞ്ഞു. ആ വീട്ടിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ ആ സഹോദരന് പണിക്ക് പോവും. ചെറിയ പ്രായത്തിൽ അവന് പണിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങൾ ഇതിനകത്ത് സംസാരമുണ്ട്.
അപ്പോ ഞാൻ അമ്മയുടെ അന്യത്തിന്റെ വീട്ടിലാ കിടക്കാൻ പോകുന്ന പറഞ്ഞ സ്ഥാനത്ത് അവിടെ നിന്നും എന്നെ പറിച്ചെടുത്തു. അവരുടെ വീടിന്റെ വാതിലുകൾ എനിക്ക് വേണ്ടി അടയ്ക്കേണ്ടി വന്നു. പൈസകൾ അവരുടെ മകൾ വന്ന് പറഞ്ഞു, അമ്മയ്ക്ക് തുറന്ന കാര്യങ്ങൾ പറയത്തില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരാണ് ചെയ്യേണ്ടത്, അമ്മ ചെയ്യോ? പക്ഷെ അവരുടെ അച്ഛനും മരിച്ചു പോയി, പിന്നെ എന്റെ കാര്യം നോക്കാൻ അവർക്ക് പറ്റുമോ? അത് വാസ്തവമായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ കാര്യങ്ങളും എന്റെ എടുക്കാനുള്ള പുസ്തകങ്ങളും എടുത്തിട്ട് ഞാൻ മേളി ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം അവിടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് എനിക്ക് അടുത്ത ഒരു വാതിൽ ദൈവം തുറക്കുവാനിടയായി. മൂന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന തീർന്നപ്പോൾ എന്റെ ആങ്ങളെ വന്ന് പറഞ്ഞു, ഞാനും അവളും കൂടെ കൊടുങ്ങൂരൂർ ഭവനമുണ്ട്, അമ്മാവൻ ജോലിക്ക് പോകാൻ വേണ്ടി വേഗത്തിൽ ഒരു 4 സെന്റ് ഭൂമി മേടിച്ച് വെച്ച ഒരു ഭവനമായിരുന്നു. അതെന്റെ ആങ്ങളയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എന്റെ ആങ്ങളെ കൂടി ചേർന്ന് അവിടെ പോവാൻ ഇടയായി. പൈസറോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടിന് മനുഷ്യനൊന്നും ഇല്ലായിരുന്നു, ഒരു മൃഗമായിരുന്നു, ഒരു പട്ടി ഉണ്ടായിരുന്നു, സച്ചു എന്നായിരുന്നു അതിന്റെ പേര്. അവൻ എനിക്ക് വേണ്ടി ഒരു സേഫ് ആണ് ദൈവം എനിക്ക് തന്നത്. പറഞ്ഞാൽ എനിക്ക് അവന്റെ സ്നേഹമൊക്കെ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അവൻ എനിക്ക് വേണ്ടി വളരെ സേഫായി. എന്റെ 3-4 മാസത്തോളം എന്റെ ആങ്ങളെ വീട്ടിൽ വരുന്നില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥ. വേദ പുസ്തകം കെട്ടി പിടിച്ച് കരയുന്ന നിമിഷങ്ങൾ, നിലവിളിക്കുന്ന നിമിഷങ്ങൾ, വായ വിട്ട് അലറി പോയ നിമിഷങ്ങളും എനിക്ക് ആ ഭവനത്തിനകത്തുണ്ടായിരുന്നു. ആര് വരുവാനോ നോക്കുവാനോ അതല്ല. ഞങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴും ഞാനും സഹോദരൻ കഴിഞ്ഞപ്പോഴും എന്റെ അമ്മയുടെ അനിയത്തിമാരോ ചേർത്തിമാരോ ഒരു മനുഷ്യനും അവിടെ കയറി വന്നിട്ടില്ല, പോയിട്ടുമില്ല. ഈ പട്ടിയായിരുന്നു എനിക്ക് എല്ലായ്പ്പോഴും കൂട്ടി നിന്നത്. പ്രൈസലോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തൊക്കെ എനിക്ക് ദൈവം ദർശനത്തിൽ വെളിപ്പെട്ട് തരുമ്പോൾ ഇത് കണ്ണ് തുറന്നിട്ട് പോലും വെളിപ്പാട് കിട്ടുവാൻ ഇടയായി. പ്രൈസലോൾ അന്ധകാര ശക്തികളും അവിടെ പോരാടുന്ന ശക്തികളും ആ ദേശത്തെ കുറിച്ച് പല കാഴ്ചപ്പാടും പല ദർശനങ്ങളും അതൊക്കെ നിവർത്തിയായ നിമിഷങ്ങളും അവിടെ ഉണ്ട്. ഒത്തിരി ദൈവം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നു. ദൈവത്തിന്റെ ആരങ്ങളിൽ ദൈവം ഗ്രഹിപ്പാൻ എന്നെ ആരങ്ങളിൽ ദൈവം കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ യോഗ്യതയില്ല. ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇത്രമാത്രം ദൈവം ചെയ്തു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ പ്രൈസലോട് ഹല്ലേലൂയ ഒരു കാഴ്ചപ്പാട്, ശക്തമായ ഒരു കാഴ്ചപ്പാട്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ എന്റെ ജീവിതത്തിന്റെ മാറ്റി മറയ്ക്കുന്ന ചില പ്രവൃത്തികളും വരുവാനിടയായി. ആ സമയത്ത് എനിക്ക് ദൈവിക വചനത്തോടും ചില ഞാൻ അങ്ങ് പോയില്ലെങ്കിലും ചില ദേവദാസന്മാർ, ശക്തനായ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന ദേവദാസന്മാരെയും ദൈവം വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ആലോചന അറിയിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാവശ്യമൊക്കെ എന്റെ കഷ്ടപ്പാടും പ്രയാസവും ഒരു ആത്മാവിൽ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മക്കളുണ്ട് മോനെ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കും, നിന്റെ കാര്യം ഞാൻ നടത്തിക്കോളാം എന്ന് പറയുവാൻ ദേവദാസന്മാരും ഉണ്ടായിരുന്നു. ഞാൻ നന്ദി പറയുന്നു. യോഗ്യത അപ്പം എനിക്ക് അങ്ങനെ വരാൻ പറ്റുമോ? ഞാൻ പേര് പുസ്തകം എടുത്ത് ഇറങ്ങി നിന്ന് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്റെ ഫ്യൂച്ചറും എന്നെ പഠിപ്പിച്ച ബൈബിൾ പഠിപ്പിച്ച അവർ നല്ല മാതൃക പ്രകാരമാണ് എന്നെ വചനം പഠിപ്പിച്ചത്. നമ്മളോട് ദേവദാസനെ ബഹുമാനിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സഭയിലെ ദേവദാസൻ ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാണ്ട് അവിടെ നിന്നും ഇവിടെ നിന്ന് പറയുന്ന ദേവദാസന്മാരെ അല്ല, പക്ഷെ നമുക്ക് വേണ്ടി കരയുന്നതും നമുക്ക് വേണ്ടി നിലവിളിക്കുന്നതും ബേസറോട് ഈ ദേവദാസന്മാരാണ്. അപ്പോൾ നമ്മൾ അവരെയാണ് കൂടുതൽ അങ്ങനെ ശക്തമായിട്ടാണ് ഞങ്ങൾ പുസ്തകം പഠിപ്പിച്ച ദേവദാസന്മാർ നന്നായി ഞങ്ങൾ വചനം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബേസറോട് ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ പാസ്റ്ററുകൾ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയുടെ നടുവിൽ ശക്തമായ ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ടത് ഇങ്ങനായിരുന്നു. വീടിന്റെ മണ്ട പൊളിച്ച് ഒരു വലിയ പാമ്പെന്ന് പറഞ്ഞാലും വേളക്കുര അതൊരു ട്രെയിനിന്റെ അത്ര വലിപ്പം കാണും. പ്രൈസ് ഈ പാമ്പിന് ഭയങ്കര ശക്തമായ ഒരു പാമ്പ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്, എനിക്ക് അറിയാവുന്ന ദേവദാസന്മാരും ഉണ്ട്, എനിക്ക് അറിയത്തില്ലാത്ത വ്യക്തികളും ഉണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ദൂതന്മാരാണോന്ന് എനിക്ക് അറിയത്തില്ല. അവർ ഇതിനെ ഈ പാമ്പിനെ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ ഒരു കല്ല്, എന്റെ കല്ല് ഒരു വലിയ കല്ല് ഞാൻ കാണുന്നത്. ആ കല്ല് എടുത്തിട്ട് അതിനുമേൽ ഇടിച്ച് തകർക്കാൻ പോകുമ്പോൾ ഇത് എന്നെ നേരെ അങ്ങ് ചീറ്റുന്നു. വിഷം ചീറ്റിനെ പോലെ അങ്ങ് ചീട്ടുമ്പോഴത്തേക്ക്
പിന്നെയും ഈ വ്യക്തി ഈ ദൂതന്മാരാണോ എന്താണോ അത് പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ ആ രണ്ടാമത് ഞാൻ ധൈര്യപ്പെട്ട് അതിനെ തലയങ്ങ് തകർത്ത് മാത്രമല്ല അത് തൊലി മൊത്തം ഊരിയെടുത്തു. അതിന് പീസ് ഞങ്ങൾ അവിടെ തിരിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഒരു തിരിച്ചിനാണ് കാണിക്കുന്നത്. അതിലെ പീസുകള് പലർക്കും ഈ ദേവദാസന്മാരും ഈ വ്യക്തികളെ വിളമ്പി കൊടുക്കുന്ന ഒരു എല്ലാവരും വിളമ്പി കൊടുക്കുക, എല്ലാവർക്കും ഒരു വലിയ സദ്യ പോലെ അവിടെ നടക്കുന്നു. പക്ഷെ ഇത് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നെ കാലത്ത് അത് ശക്തമായി മനസ്സിലാക്കുവാൻ ഇടയായി. പിന്നെ രണ്ടാമത്തെ കാഴ്ച കണ്ടത് ഞാൻ വേദപുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് പറയാം. ഹല്ലേലൂയ. സിയോനോ നോവു കിട്ടിയ ഉടനെ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവ ദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്നും യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നും നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഈ വചനം ആ ദിവസങ്ങളെ ദൈവം എനിക്ക് തരികയും ഈ വചനം അതേപടി നിവർത്തിയാകുകയും ചെയ്തു. പ്രൈസലോർഡ്. ഞാൻ അത് കഴിഞ്ഞ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അത് കണ്ടത്. എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണത്. എനിക്ക് ഇവരെ കണ്ടിട്ടില്ല, അറിയത്തില്ല. ഈ വ്യക്തി എന്റെ ഹസ്ബൻഡായി മാറും എന്നും എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്ന ജീവിതമായിരുന്നു, വ്യക്തികളായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചപ്പാത്ര ഒരു പുരുഷൻ അവിടെ നിൽപ്പുണ്ട്. അത് മാറി നിൽക്കുന്നു. ഭൂമിയിലും അല്ല ആകാശത്തിലുമല്ല, നടുക്കത്തെ ഒരു സ്ത്രീ ഇരിക്കുന്നു. അത് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ചിരിച്ചിട്ട് 3 സഹോദരിമാർ, 3 പെൺകുട്ടികള് അങ്ങനെ നിൽക്കുക. അവരുടെ കയ്യിലെല്ലാം നേർച്ച കാഴ്ച സാധനങ്ങളും പ്ലേറ്റുകളും അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം അവരുടെ കയ്യിലിരിക്കുന്നു. അപ്പൊ ശരിക്കും ഞാൻ ആ കാഴ്ചപ്പാട് കണ്ട് എന്നിട്ടു കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവ്, ഇവിടെ പോരാട്ടങ്ങൾ പോരാടിയിട്ടാണോ? ഈ മലയാളികളാണ്, പക്ഷെ ഇവർക്ക് എന്നോട് എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നിന്ന് വന്നു. ഞാൻ അപ്പൊ അവർ പറഞ്ഞ ഒരു വാക്കാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അവരെന്റെ ആ ഭാഗത്ത് കൈവച്ച് പറഞ്ഞു, നിന്നെ ഒരു കാലത്തും ഞാൻ അമ്മ ആക്കത്തില്ല, നിന്നെ അമ്മ ആവാന് ഞാൻ സമ്മതിക്കുകയില്ല. ആ വാക്ക് ഞാൻ എഴുതി ഒക്ടോബർ മാസം 28-ാം തീയതി. ഹല്ലേലൂയ. ഒക്ടോബർ മാസം 28-ാം തീയതി ഡേറ്റും ദിവസവും ബുക്കിലൊക്കെ എഴുതി വെച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവെ, ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ കുഞ്ഞ് എന്റെ ഉദരത്തിലായിരിക്കണം, എന്റെ കരത്തിലാണ്. പിന്നെ കല്യാണം വിഷയമല്ല പ്രശ്നം. പിന്നെ എന്താ, ഈ കുഞ്ഞ് എനിക്ക് ഉണ്ടാവുന്നുള്ളതായിരുന്നു പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞ് എനിക്ക് കിട്ടണം എന്നായിരുന്നു പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കെ അന്ന് ഒരു രാജീവ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഭവനത്തിൽ കടന്നു വരുവാൻ പലരും മിക്കവാറും ദൈവം എനിക്ക് ചില ദേവദാസന്മാരെ അയക്കി തരും. അവനക്ക് ആലോചന ആയിരിക്കും. എടുത്തു ചാടി എല്ലായിടത്തും ദേവദാസന്മാരെ ആലോചന കേൾക്കാൻ ഓടി നടക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ഇത്ര സംസാരിക്കുന്ന ദൈവത്തോട്. പിന്നെ ഞാൻ പരിശുദ്ധാത്മ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തുമ്പോൾ വേറൊരാൾ നമ്മളെ വഴി നടത്തേണ്ട ആവശ്യമില്ല. ഇത്ര വ്യക്തമായി സംസാരിക്കുന്ന ഒരു അപ്പൻ എനിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ ഇവിടെ ഓടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ് കൂട്ടിന് വേണ്ടി ഒരു കൂട്ടുകാരെ ദൈവം എനിക്ക് തന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കാഴ്ചപ്പാടും ആ ദേവദാസൻ വന്ന് പറഞ്ഞ് നമ്മൾ 62-ാമത്തെ സംഗീതം എന്നോട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിന്റെ ലോകത്തിൽ വരുവാണ് എല്ലാ പരീക്ഷകളിലും ഞാൻ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ 3-ാമത്തെ അധ്യായത്തിന് നമ്മുടെ മുമ്പിൽ വായിക്കുമ്പോൾ അത് വായിക്കുന്നത്, ദാരിദ്ര്യത്തിൽ താക്കോലുള്ളവൻ അവൻ തുറന്നാൽ ആരടയ്ക്കും, അവനടച്ചാൽ ആരെ തുറക്കും. അത് വായിച്ചു കഴിയുമ്പോൾ ആ അധ്യായം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ രാത്രി യാമങ്ങളിൽ ഗിദെയോൻ തന്റെ അപ്പന്റെ വിഗ്രഹത്തെ വെട്ടി മാറ്റിയതുപോലെ ഹല്ലേലൂയ നീ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ് അതിന്റെ അത്ര ആരം എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ലെങ്കിലും ആ വചനം വെച്ച് പറഞ്ഞ വചനം അതേപടി കാണാപ്പാടം പാടുന്നത് പോലെ രാത്രി അലാം വെച്ച് 12 മണിക്ക് എന്നിട്ട് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു അത് കുറെ നാളെ ഞാൻ അത് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ വരണമല്ലോ, ഒക്ടോബർ മാസത്തിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നിവർത്തി വരണ്ടയോ. അപ്പോ ദൈവം അതെന്ത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എന്റെ കർത്താവിടെ ചെയ്ത പ്രവൃത്തി അവിടെ നിൽക്കുമ്പോൾ ഞാൻ കൂട്ടുകാരി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാഴ്ചപ്പാട് പുള്ളിക്കാർത്തി കണ്ട് എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പറഞ്ഞ കാര്യം വാസ്തവമായിരുന്നു. അവർ പറയുന്നു, ഇന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ എനിക്ക് അറിയാം ബിന്ദു എന്ന് പറഞ്ഞു. ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അവരെ അറിയാം. അതുകൊണ്ട് ബിന്ദു ഒരു കാര്യം ചെയ്യും, കാഴ്ചപ്പാട് കണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ടെൻറ്റ് അകത്ത് ഞാൻ ഇരിക്കുന്നു. ഈ വ്യക്തിയുടെ കൈ പൂകളും നേർച്ചകളും നടത്തിയിരിക്കുന്ന സംഭവമാണ്. പക്ഷെ ഈ പുള്ളിയും ആ ടെൻറ്റിനകത്ത് കയറി വരുന്നു ബിന്ദു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കയറി വരുമ്പോൾ ബിന്ദു അങ്ങ് പുറത്തിറങ്ങി പോരുക, അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുക എന്ന് മനസ്സിലാക്കി തന്നു. അത് കഴിഞ്ഞ് ദൈവം എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാടിതായിരുന്നു. ഹല്ലേലൂയ. എന്നെ അടുത്ത സ്റ്റെപ്പിൽ ദൈവം കൊണ്ടുപോകാൻ പോവുകയാണ്, അടുത്ത സ്റ്റേജിൽ എന്നെ ദൈവം കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അടുത്ത ഒരു കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലായത്, ഒരു വ്യക്തി, ആ സമയത്ത് ആ വ്യക്തി ഞാൻ സ്പഷ്ടമായി കണ്ടു. ആ വ്യക്തിയെ കുറിച്ച് ഞാൻ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ആ വ്യക്തി ആരാണ്, അയാളുടെ കയ്യിൽ ഒരു വലിയ കുട്ടി കഷ്ണം, വലിയൊരു കമ്പിന്റെ കുട്ടി കഷ്ണമാണ് കയ്യിലിരിക്കുന്നത്. ആ വ്യക്തി എന്നോട് പറയുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ കിട്ടണം, അല്ലെങ്കിൽ ഇതിനെ കൊല്ലണം. രണ്ട് വിളിയോടും കയറി വരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടുക, ശക്തമായി എത്ര സ്പീഡിൽ എനിക്ക് ഓടാൻ പറ്റുമോ ഞാൻ ഓടുന്നു. ഇത് എന്റെ പുറകിൽ ഓടി വരുന്നു, എന്നെ കൊല്ലണം എന്നുള്ള പദ്ധതിയോട് തന്നെയാണ് വന്നത്. ബീസലോട് ദൈവം അതിനൊന്നും എന്നെ വിട്ടുകൊടുത്തില്ല. അവിടെ എനിക്ക് വേണ്ടി കർമേലിന്റെ തങ്കച്ചൻ പാസ്റ്ററും വൈഫും ഈ സൈഡ് ഒരു പ്രാർത്ഥിക്കുന്ന അടുത്ത് കേട്ടോ, പ്രാർത്ഥിക്കുന്ന റൂമിൽ പാസ്റ്റങ്ങൾ ഇങ്ങോട്ട് കിടക്കുന്നു, പാസ്റ്ററിന്റെ ഈ സൈഡിൽ കിടക്കുന്നു. ഞാൻ ഇവരെ നടുവിൽ കയറിയാണ് പോയി വീഴുന്നത്. ബേസലോൾ വീഴുമ്പോൾ രണ്ടുപേരെ ചാടി എന്നെക്കുന്നു, മോളെ നിനക്ക് എന്താ പറ്റി? അവർക്ക് എന്നെ അറിയാമായിരുന്നു, പ്രാർത്ഥനയോട് ചെന്നത് കൊണ്ട് അവർക്ക് എന്നെ അറിയാമായിരുന്നു. നിനക്ക് എന്ത് പറ്റി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ണുകൊണ്ട് പുറകിൽ നിൽക്കുന്ന ഇങ്ങനെ കാണിക്കുന്നു. അവർ രണ്ടുപേരും ആ ശക്തിയെ നോക്കുമ്പോഴത്തേക്ക് ആ കമ്പോട് വന്ന വ്യക്തി പുറകിലോട്ട് അങ്ങനെ നേരെ തിരിഞ്ഞ് വീണ് പോകുന്നു. ഒരു കാഴ്ചപ്പാട് ദൈവം തന്നു ഇടയായി പേസലോ. എന്നാലും ആ വെളിപ്പാട് ഞാൻ അവിടെ ചെല്ലണോ എന്നുള്ളതല്ല, പക്ഷെ പിന്നെ നടക്കാണ് പോകുന്നത്. ആ സമയത്ത് എന്റെ അമ്മാവന്റെ വീട്ടിന് വേണ്ടി അവരെല്ലാം ഞങ്ങൾക്കുള്ളതും എല്ലാം അവർ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സഹോദരനൊന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് ചിന്തിച്ചിട്ട് സഹോദരന് വേണ്ടി ആ കൊടുങ്ങൂര വീട് അവന്റെ പേരിൽ കിട്ടാൻ വേണ്ടി ഞാൻ എഗ്രിമെന്റ് എഴുതിപ്പിച്ചു. അവർ എഴുതി തരുന്നില്ലായിരുന്നു, ചേച്ചിനെ ഉപദ്രവിക്ക് എടുക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളിത് എഗ്രിമെന്റിൽ എഴുതി മേടിച്ചു. ഒരു മാസം കൊണ്ട് ഞങ്ങളതെല്ലാം ആങ്ങളുടെ പേരിൽ എഴുതി മേടിക്കുകയോ അല്ലെങ്കിൽ എന്റെ പേരിൽ എഴുതി മേടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ഈ പൈസ ഇല്ലാതെ ഇവന് പൈസ ഉണ്ടാക്കി പിന്നെ അവന്റെ പേരിൽ അവൻ എഴുതണ്ടേ, അപ്പൊ അത് അവന്റെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഞാനങ്ങ് പോകുമല്ലോ. അങ്ങനെ ചിന്തിച്ച് ഞാനത് മനസ്സാക്ഷി കൊണ്ടു അത് അവന്റെ പേരിലാക്കുവാനിടയായി. അങ്ങനെ എല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ അവരുടെ കൂടെ കാര്യം എനിക്ക് അറിയത്തില്ല. എനിക്ക് ആ സമയത്ത് ചിക്കൻ കുരിയ വന്നിട്ട് ഭയങ്കര പ്രയാസം പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഇവർ പറഞ്ഞ അവന് അവിടെ ഇരിക്കുന്ന തടികൾ വെട്ടി അവൻ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ അതുകൊണ്ട് ഒന്നും നടക്കത്തില്ലായിരുന്നു. ആ പൈസ കടമാണ്, ആ എഴുതുവാനുള്ള പൈസ കടമാണ് ഞങ്ങൾ മേടിച്ചത് തിരിച്ചു കൊടുക്കണമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവനത് ചെയ്തത്. പക്ഷെ ആ പൈസ കൊണ്ട് നമ്മൾ കടം തീരത്തില്ലായിരുന്നു. വളരെ ചുരുക്കം, ഒരു 1500 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കടം തീരത്തില്ല. ഒരു നല്ല തടിയുമായിരുന്നു. പക്ഷെ അവന് എന്നോട് പോലും ചോദിക്കാതെ അത് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്ത തെറ്റായി പോയി. ഇത്രയും മാത്രം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തില്ലേ, അപ്പൊ ഒരു വാക്കെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കായിരുന്നു. അപ്പൊ അവന് വഴക്കും അടിയും ചെയ്യാനിടയായപ്പോൾ എനിക്ക് വഴക്കുണ്ടാക്കണ്ട, വിഷയം ഉണ്ടാക്കണ്ട, നീ എവിടെ നിന്ന് എന്നെ കൊണ്ടുവന്നോ അവിടെ കൊണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അവിടെ എന്നാ പിന്നെ പോരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി അവിടെ ആക്കാൻ വേണ്ടി കൊണ്ടുപോയി. ബേസലോട് ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഒരു ചോദ്യം, ബേസലോട് ഇതിനു മുമ്പേ കാഴ്ചപ്പാട് കണ്ടിരിക്കുന്ന വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾ പറയുന്ന, എന്റെ മകൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞു. ബേസലോട് അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര മാത്രം പറഞ്ഞു, മകനെ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല,
ഞാൻ പോവാന്ന് പറഞ്ഞു. പേശലോട് അങ്ങനെ പറഞ്ഞ് എന്റെ ബാഗ് വേദന, ശരീരം മൊത്തം വേദന, നീര മൊത്തം. 2 ബാഗ് പിടിച്ച്, ഒരു ബാഗിൽ മൊത്തം ബൈബിളും പുസ്തകങ്ങളുമാണ്, ഒരു ബാഗിൽ അത്യാവശ്യ തുണിയാണ്. ഇത് കൊണ്ട് ഞാൻ കടന്നു പോകാനിടയായി. 2-2.5 മണിക്കൂർ സ്റ്റോപ്പിൽ നിന്നു. എന്നെ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല. ഞാൻ ഉണ്ടോ ഇല്ലയോ തിരിഞ്ഞു പോലും നോക്കാൻ ആരും ഇല്ലായിരുന്നു. പേശലോട് വൈകുന്നേരമായിട്ടും അവിടെ ആരും, അപ്പോ ഒരു 2-2.5 കുറെ നേരമായി, 2-2.5 മണിക്കൂർ ആ സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു വണ്ടി വരണമെങ്കിൽ ഇനി 2 മണിക്കൂർ കഴിയണം, എന്നാലേ അവിടെ ആ സ്റ്റോപ്പില്ല. ഇപ്പൊ ഒരു വണ്ടിയുള്ള അടവല്ല, പല അത്യാവശ്യമുള്ള വണ്ടി മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ആ വണ്ടി വരുവാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇവരാരും എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ടില്ല. ഒരു ഓട്ടോക്കാർ കടന്നു പോകുവാനിടയായി. എന്നോട് ചോദിച്ചു, കൊച്ചി കരച്ചാൽ വരെ പോകാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഹാന്ന് പറഞ്ഞു. ആ സമയത്ത് എന്റെ കയ്യിൽ വണ്ടിക്കൂലിയോ 10 പൈസയോ ഒന്നും എന്റെ കയ്യിലില്ല. ഹല്ലേലൂയ. ഞാൻ ആ ഓട്ടോയിൽ കയറിക്കോളാൻ പറഞ്ഞു. ഓട്ടോയിൽ കയറി. അവർ എന്നോടൊന്നും ചോദിച്ചില്ല, ഞാനും അവരോടൊന്നും ചോദിച്ചില്ല. ഓട്ടോയിൽ കയറിയിട്ട് കരച്ചാൽ സ്റ്റോപ്പ്, മല്ലപ്പള്ളിയും നമ്മള് കരച്ചാലിനും മല്ലപ്പള്ളിനും കരച്ചാലോട്ട് വരുന്ന വഴിയും ചങ്ങനാശ്ശേരി പോകുന്ന വഴിയും അവിടെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇറക്കിയാൽ മതിയോ? ഞാൻ സ്റ്റോപ്പിലല്ല എന്നെ കൊണ്ട് ഇറക്കിയത്. ഈ ചങ്ങനാശ്ശേരിയിലോട്ട് പോകുന്ന വഴി റൂട്ടിലാണ് എന്നെ ഇറക്കിയിട്ട് എനിക്ക് അറിയത്തില്ല അത് ദൈവം ആ സഹോദരനോട് സംസാരിച്ചതാണോ, ദൈവം അവരോട് പറഞ്ഞതാണോ, ഒന്നും എനിക്കറിയില്ല. പക്ഷെ വണ്ടി വെച്ച് ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ബേസലോട് അങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ സമയമായ പോക്കറ്റിന് 20 നോട്ട് എടുത്ത് തന്നിട്ട് 20 നോട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കൊണ്ട് പോകത്തില്ല സഹോദരി, എന്നോട് പോകത്തില്ല കൊച്ചേന്ന് പറഞ്ഞിട്ട് ആ 20 നോട്ട് എനിക്ക് തന്നു. ആ 20 നോട്ട് പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് അടുത്ത പറഞ്ഞു, എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവ്, എന്താ ചെയ്യേണ്ടത് അമ്മ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഹോം നേഴ്സിംഗിന് പോവാം. ഒരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്ത് താമസിക്കുന്ന സുമതി അമ്മയാണ്, അവരോട് 200 രൂപ കടവും മേടിച്ചിട്ട് വീണ്ടും എറണാകുളത്ത് പോയി ജോലി ജോയിന്റ് ചെയ്യാം, എന്നിട്ട് സ്വന്തമായി ഒരു വീട് പണിയാം. അങ്ങനെ പണിയുവാണെങ്കിൽ എന്നെ ആരും അടക്കി പിടിയല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ആ 20 രൂപ കൊണ്ടും പൂത്രപ്പള്ളി അവിടെ പോയി ഇറങ്ങി. അവിടെ ഇറങ്ങി ഓട്ടോക്കാരോട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ഇന്ന പേരാണ്, എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകാവെന്ന് പറഞ്ഞപ്പം ഓട്ടോക്കാരൻ എന്നെ കൊണ്ടുപോയപ്പം അവിടെ സംഭവിച്ച കാര്യമാണ് ഞാൻ പോകുന്നത്. വെച്ച അവിടെ പോയി സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ആ ആന്റി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാ. വീട്ടിലും ഇറങ്ങിപ്പോയിട്ട് അവർക്ക് വയറിന് അസ്വസ്ഥത തോന്നിയപ്പോൾ അവർ മടങ്ങി വന്ന് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ എന്റെ 2 ബാഗ് കൊണ്ട് മുമ്പിൽ നിൽക്കുക. ദൈവം കരുതണത് ഓർക്കണം. പോയ ആളെ മടക്കി കൊണ്ടുവന്ന് അവിടെ നിർത്തി. എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു. എന്റെ ബാഗ് എടുത്തു, പേരടകത്ത് കൊണ്ടുവച്ചു, പറഞ്ഞു, ഞാൻ പ്രസവ വേദന തിന്നാൻ പോകുന്നു. എന്റെ ദൈവം ആദ്യമേ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അവർ എന്നോട് ഇങ്ങനെ പറയുവാനിടയായി. ഹല്ലേലൂയ. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 200 രൂപ കിട്ടിയാൽ ഞാൻ എറണാകുളത്ത് പൊക്കോളാം. അപ്പൊ പറഞ്ഞു, വേണ്ട, അത് പോവാൻ വരട്ടെ, നമുക്ക് വൈകുന്നേരം വന്ന് തങ്കച്ചൻ പാസ്റ്ററോട് ചോദിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോവാ, ഒരു കാര്യം ബിന്ദു കൂടെ എന്റെ കൂടെ പോരാൻ പറഞ്ഞു. എന്റെ ബാഗ് അവിടെ വെച്ചു. ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോഴും പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ അവിടെ ഇല്ലായിരുന്നു. പാസ്റ്റർ അങ്കൽ 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും പോയിരിക്കുകയായിരുന്നു. അപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വലിയൊരു കാര്യം പറഞ്ഞു, ആ ചുറ്റുപാടിലെ ആൾക്കാർ എന്റെ വലിയ അച്ഛനൊക്കെ അറിയാവുന്ന ആൾക്കാരായിരുന്നു. ഈ അമ്മമ്മയുടെ അടുത്ത് ഞാൻ നിൽക്കുന്നത് അവർക്ക് ആർക്കും മനസ്സിലാക്കാനും പറ്റിയില്ല, ആർക്കും അത് അറിയാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇല്ലാത്ത കൊണ്ട് ഇവര് പമ്പരം പരക്കുന്ന പോലെ ഇവരെന്നെ തപ്പി നടക്കുക. വീട്ടിൽ പോലീസുകാരും ഉണ്ട്, പലരും ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരെന്നെ നടക്കുന്നു പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തന്നപ്പോഴും ഞാൻ ഇവരെ ഒളിച്ചൊന്നും എന്നെ നിർത്തിയില്ല, പൂട്ടിയൊന്നും എന്നെ നിർത്തിയില്ല. എനിക്ക് വേണ്ടി ഇവർ ശക്തമായി പ്രാർത്ഥിക്കുകയും അപ്പൊ പറഞ്ഞത് പ്രസവ വേദന തിന്നാൻ പോകുന്നു. വചനപ്രകാരം നോക്കുമ്പോൾ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ്. ആ സഹോദരി വാസ്തവമായി ആ ദിവസങ്ങളിൽ എന്നെ 1.5 മാസം, ഒരു ദിവസമല്ല 1.5 മാസം ആ ചുറ്റുപറ്റ ആൾക്കാരെ നടുവിൽ തന്നെ നിർത്തി എന്നെ പരിപാലിച്ചു, സംരക്ഷിച്ചു, സുരക്ഷിതമായി എന്നെ കാത്തു പരിപാലിക്കുവാനിടയായി. അത് മാത്രമല്ല ആ കണ്ട വെളിപ്പാട്. ഹല്ലേലൂയ. പാസ്റ്റർ 2 ദിവസം കഴിഞ്ഞപ്പോൾ
എന്നെ പാസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുപോയി ആ പാസ്റ്ററിനോട് 2 ചോദ്യം ചോദിക്കുവാനിടയായി. 2 ചോദ്യം ചോദിച്ചപ്പോൾ ഓക്കെ, ഞാനത് ആ വ്യക്തികളെ പറയുന്നില്ല, പക്ഷെ ആ അങ്കിൾ ആ കാര്യങ്ങൾ കറക്റ്റ് ആണ് പറഞ്ഞു. പിന്നെ അങ്കിൾ പറഞ്ഞു, ഒരു വലിയ പാമ്പ് പോലെ, വലിയ ട്രെയിൻ പോലെ ഒരു വലിയ പാമ്പാണ്, അതിന് തലയില്ല. ആ കണ്ട കാഴ്ചപ്പാട് ഈ പാസ്റ്റർക്ക് ദൈവം വിളിച്ചു പോകാനിടയായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാമ്പിന് തലയില്ല, പക്ഷെ ട്രെയിനിന്റെ വലിപ്പമുള്ള ഒരു പാമ്പുണ്ട്. അത് ഭയങ്കര സ്പീഡിൽ നിന്റെ പുറകിൽ വരുന്നുണ്ട്. അതിനകത്തിലും ദൈവം വിടുവിക്കാൻ പോവുക എന്ന ഈ കാഴ്ചപ്പാടൊക്കെ പണ്ടേ ദൈവം എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ പാസ്റ്റർ പറഞ്ഞായിരുന്നു. മാത്രമല്ല പിന്നെ അവർ ഭാര്യയെയും 2 മക്കളെയും പാസ്റ്റർ വിളിച്ചു. അവരോട് ദൈവം സംസാരിച്ചത് എങ്ങനെയായിരുന്നു, ഏലിയാവിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, മറച്ചു വെച്ചോ. ഹല്ലേലൂയ. എങ്ങനെ ദൈവം കാത്തു സൂക്ഷിച്ചതുപോലെ, ഏലിയാവിനെ സൂക്ഷിച്ചതുപോലെ തന്നെ ഇവളെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവളുടെ രക്തം നമ്മളോട് ദൈവം ചോദിക്കും എന്നൊരു വാക്ക് അവർ ദേവദാസന്റെ മക്കളുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും പറയാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവരെന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചു, പരിപാലിച്ചു. അവിടെ സേഫായി എന്നെ നിർത്തി. പല ഭീഷണികളും പല വാക്കുകളിലും പ്രവൃത്തികളിലും അവർക്കത് ഞാൻ എവിടെയാണ് കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ പറ്റിയില്ല. അപ്പൊ അവർ ദേവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവർ വേറെ അധികം ഒന്നും പറഞ്ഞില്ല, അവർക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു, അതുകൊണ്ട് അവർ പറഞ്ഞില്ല. അവർ അത്രേ പറഞ്ഞുള്ളൂ, ഒരു 5 കിലോമീറ്റർ ചുറ്റുപറ്റിയിൽ ആൾ സേഫ് ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് തങ്കച്ചൻ പാസ്റ്റർ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒത്തിരി അനാഥ കുട്ടികളെയും വളർത്തുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദേവദാസനാണ്. അവിടെയാണ് ഞാൻ ആശ്രയത്തിന് പോയത്. പ്രൈസ് ദി ലോർഡ്. അവർ എനിക്ക് ആശ്രയം തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ തന്നെ എന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവിടെ നിൽക്കുമ്പോൾ ബാംഗ്ലൂരിലെ 2 ദേവദാസന്മാർ ഭാര്യ ഭർത്താവാണ്. അവരോട് ദൈവാത്മ ഇടപെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരോട് ഇടപെട്ടിട്ട് അവർ ഒരു ദൂര യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ അവരോട് പറഞ്ഞു. ദൈവസന്നിധിയിൽ അവർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവം എന്റെ കാര്യം അവർക്ക് വെളിപ്പെടുത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്റെ കാര്യം, എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും അതിന് മാറ്റേണ്ട സാമ്പത്തികങ്ങളും എല്ലാം മാറ്റുവാൻ ദൈവം അവർക്ക് നിയോഗം കൊടുത്തപ്പോൾ അവർ അതങ്ങ് ചെയ്തപ്പോൾ തങ്കച്ചൻ പാസ്റ്ററോട് അവർ കണക്ട് ഉണ്ടായിരുന്നു. അപ്പൊ പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കൊച്ചെ ഇവിടെ ഉണ്ട്, ബേസറോട് ഇവിടെ ആശ്രയത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം അവർ പറഞ്ഞത് അവിടെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് അവരുടെ പൈസ, അവർക്ക് പറയുന്ന പൈസ ബാങ്ക് അക്കൗണ്ടിലിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സമ്മതിച്ചില്ല. അവർ പലരോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ അത് നടക്കത്തില്ല, അത് ആ കുട്ടിക്ക് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് പറയുവാനിടയായി. അത് കഴിഞ്ഞപ്പം അവർ അമ്മായി കൂട്ടാരക്കര ദൈവ വാഗ്ദത്തത്തിൽ ഞങ്ങൾ കടന്നു പോകുകയാണ്. പേസലർ കൂട്ടാരക്കരയിലാണ് എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നത്. അപ്പോ അവിടുത്തെ ചേച്ചി വലിയ പ്രവാചിക്കും പ്രാർത്ഥിക്കുന്നവരും ശക്തമായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സഹോദരിയായിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ അകത്തും ഇന്ത്യയുടെ പുറത്തും എനിക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിക്കാൻ ദൈവം ശബ്ദം കേൾപ്പിച്ചായിരുന്നു. നിനക്ക് വേണ്ടി കരയാനും നിലവിളിക്കാനും ഞാൻ വേറെ ആൾക്കാരനെ ഒതുക്കാൻ പോകുക, അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കൊട്ടാരക്കര ചേച്ചിയോടും സംസാരിക്കുവാനിടെ അവരോടും ദൈവത്തിന്റെ ആത്മ ഇടപെട്ടു. അപ്പോൾ അവരോടും അവർ ദൈവത്തോട് ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ ആത്മ പറഞ്ഞു, ഈ കുട്ടിയെ നീ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നെ അവരവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അതെങ്ങനെ ദൈവമേ ഞാൻ ദേവദാസനോട് പറയുന്നത്, അവരുടെ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോ ദൈവം അടുത്തൊരു കാഴ്ച അവർ കാണിക്കുവാനിടയായി. ഒരു സൈഡിനും എൻ്റെ ഹസ്ബൻഡും ഒരു സൈഡിനും ഞാനും ഒരു വയലാണ് കാണുന്നത്. ഞങ്ങൾ മണികൾ 2 പേരും മണികൾ പെറുക്കി ഇങ്ങനെ എടുക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് എടുക്കുന്നു. ഞങ്ങൾ 2 പേര് ചേർന്ന് വന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന മണികൾ എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം അവർക്കോട് സംസാരിച്ച് ഇവർ 2 പേരിനെ ഒന്നിക്കാൻ പറയുവാൻ. അങ്ങനെ ദൈവാത്മ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് അവരോട് എങ്ങനെ പറയും കർത്താവ്? അപ്പോ അല്ലെങ്കിൽ ദൈവത്തോട് ഒരു അടയാളം ചോദിച്ചു, 6 മണിയുടെ മുമ്പേ അവർ വിളിക്കണം, അവർ ഈ കൊച്ചിനെ അവിടെ നിർത്താവോ എന്ന് ഇങ്ങോട്ട് ചോദിക്കണം. അപ്പൊ ഞാൻ കല്യാണ വിഷയം അവരുടെ മുമ്പിൽ വെക്കാൻ പക്ഷെ അവർ ദേവദാസന്മാരല്ല, അവർ വലിയ പ്രവാചകന്മാരും പ്രാർത്ഥിക്കുന്നവരോട് ആണ്. സഹോദരി പ്രവാചകി ആണെങ്കിലും
അവരെ ദേവദാസന് മുമ്പിൽ പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവർ ദൈവസന്ധി താന്നു കൊടുത്തപ്പോൾ ദൈവം അവിടെ മേൽ പ്രവർത്തിച്ചു. 6 മണിയായപ്പോൾ ദേവദാസൻ വിളിക്കുവാനിടയായി. വിളിച്ചു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ, ഇവിടെ പ്രായമായിരിക്കുന്ന മണി ഇവിടെ ഉണ്ട്, പിന്നെ അവർ സ്നേഹിച്ച് പിന്നെ ഒരു കല്യാണം നടത്തി കൊടുക്കുന്ന അത് ശരിയല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മണി പോയി ആ കൊച്ചിനെ പോയി കാണട്ടെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ കല്യാണം കഴിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുവാൻ ഇടയാകും എന്ന് പറയുവാൻ ഇടയായി. പ്രൈസലോട് ദൈവത്തിന്റെ ആത്മാ അങ്ങനെ ഇടപെട്ടു. പാപ്പ അവിടെ അവർ പറഞ്ഞതുപോലെ സ്ത്രീധനമൊന്നും കിട്ടിയല്ല, പൈസ ഒന്നുമില്ല. പെണ്ണിനെ പോയി കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം നടത്തി തരാമെന്ന് അവർ ഇടപെടുവാനിടയായി. പ്രൈസലോട് അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായി. പാപ്പ വന്നു, എന്നെ കണ്ടു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ഹസ്ബൻഡ് കണ്ടത്. പ്രാർത്ഥിക്കുന്നത് കൊച്ചിയാണെന്ന് മനസ്സിലായപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. എന്നോട് പറയും, എനിക്ക് അമ്മാവനോ ഉണ്ടായിരുന്നു, അമ്മാവന് മരിച്ചു പോയി, ഇനി ആരും നോക്കാനില്ല, ഈ പാസ്റ്റർ കുടുംബം എനിക്ക് എന്തെങ്കിലും ചെയ്ത് തന്നാലേ ഉള്ളൂ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ മമ്മിയും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിമാർ ആരും വിശ്വാസത്തിലല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ തന്റെ കാര്യം നോക്കിക്കോളാം. അത്ര മാത്രം ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ. പിന്നെ ഫോൺ കോളോ ഒന്നും ഞങ്ങൾ മേടിച്ചിരുന്നു. അത്രത്തോളം ഞങ്ങൾ ആ യുദ്ധത്തിന്റെ അകത്താണ് ഞങ്ങൾ ജീവിക്കുന്നേ. ഇതൊന്നും ചിന്തിക്കാനോ സംസാരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് അവസരമില്ല. ചിന്തിക്കാൻ പോലും ഇല്ല. അടുത്ത ഈ കുഴിയുടെ അകത്ത് നിന്ന് അടുത്ത ഏത് കുഴിയിലോട്ട് പോകുന്നു അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോ ഈ 2 വാക്കിന് പുറത്താണ് ഇവർ കടന്നു ചെല്ലുന്നു. രാത്രി 10 മണിയാകുമ്പോൾ 3-ാം തീയതി നിശ്ചയം, 15-ാം തീയതി കല്യാണവും. ഹല്ലേലൂയ. ഓഗസ്റ്റ് മാസത്തിൽ പ്രൈസലോഡ് ഹല്ലേലൂയ. നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായ ദിവസത്തില് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ദിവസമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ബാംഗ്ലൂരിന് വരേണ്ട ദേവദാസൻ ആ ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരുന്നുള്ളൂ, എല്ലായ്പ്പോഴും ലീവ് അല്ലായിരുന്നു. അതുകൊണ്ട് അവർ ആ സമയത്ത് വന്നു. പള്ളിയില് ഒരു 10-15 ദേവദാസന്മാരുടെ കീഴില് എന്റെ കല്യാണം നടക്കുവാൻ ദൈവം സഹായിച്ചു. അവിടെ കരച്ചാലിനും ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നു. തിരിച്ച് അങ്ങോട്ട് പോകാൻ എനിക്ക് നിയോഗമില്ലായിരുന്നു. അവിടെ ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് നിയോഗം ദൈവം തന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോവാതെ ഇവിടെ തന്നെ നിൽക്കുവാൻ തക്ക വിധത്തിലാണ് ഞാൻ കടന്നു വരുവാനിടയായത്. അങ്ങനെ എനിക്ക് അവിടെ കല്യാണം ദൈവം നടത്തിയ മാത്രമല്ല, പപ്പായുടെ സൈഡ് കൂട്ടുകാരൊന്നുമില്ല, എൻ്റെ സൈഡ് കൂട്ടുകാരൊന്നുമില്ല. നിശ്ചയം നടത്തിയത് എൻ്റെ പള്ളിയിലായിരുന്നു. നിശ്ചയം കഴിഞ്ഞിട്ട് ഇവിടെ കടന്നു പോകുമ്പോൾ ഇവരുടെ വീട്ടിൽ ദൈവാത്മ അരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചില വ്യക്തികളുടെ നിർബന്ധ കാരണം അത് അരിക്കേണ്ടി വന്നു. അത് അരിക്കേണ്ടി വന്നപ്പോഴും വിശുദ്ധ കല്യാണമൊക്കെ എല്ലാവരും കൂട്ടത്തിലല്ലേ പറ്റുള്ളൂ എന്നൊരു വിഷയം ഇവിടെ ഉണ്ടായിരുന്നു. അവർ കടന്നു വന്നു. വിഷയങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് വെച്ച് ഈ മാരേജ് അവർ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് എത്തിപ്പിച്ചു. ബേസറോൾ അത് ചങ്ങനാശ്ശേരി വന്നിട്ടാണ് എഗ്രിമെന്റ് എടുക്കുന്നത്. ബേസറോൾ ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ പ്രഗ്നന്റ് ആയിരിക്കും. ആ സമയത്താണ് ഞാൻ ചെറുപ്പം തന്നെ ഞാൻ പ്രഗ്നന്റ് ആവാൻ ദൈവം എന്നെ സഹായിച്ചു. അത് മാത്രമല്ല, ശാരീരികമായി മാനസികമായിട്ട് അവരെന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർക്കത് മനസ്സിലായി ഞങ്ങൾ അവിടെ നിന്ന് പോകുമെന്ന്. നമ്മളെ ദേവദാസന് പാസ്റ്റങ്ങളുടെ പേര് നമ്മുടെ ഈ അരലേറും ജീവിത മറുവിലുള്ള പാട്ട് എഴുതിയ ദേവദാസൻ. അവരടയ്ക്ക് ആ പാസ്റ്റർ അവരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ആ സമയത്ത് പപ്പായി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലോട്ട് കടന്നു പോകുമ്പോൾ ഈ ദേവദാസൻ തിരിച്ച് പോകുന്ന കണ്ടപ്പോൾ ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ അടുത്ത കയറി വന്നു. നിനക്ക് ഇവിടെ എന്ത് കാര്യം, നീ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ വേഗത്തിൽ പൊക്കോടാൻ പറഞ്ഞു. പക്ഷെ ആ വാക്ക് എന്തിനേരം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവരെന്തെങ്കിലും പറഞ്ഞ ഞാൻ പപ്പയോട് പറയില്ല, പപ്പയെ നമ്മളോട് ഒന്നും പറയില്ല. അത് എല്ലാം അവിടെ തന്നെ ക്ലോസ് ആയിരുന്നു. ആ സ്നേഹത്തോട് നമ്മൾ മുമ്പിൽ പോകുമ്പോൾ ഈ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞ വിഷയം അന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തി തന്നു. കൊടുങ്കൂര് വീട്ടിൽ ഞങ്ങൾ കടന്നു പോകുന്നു, അവിടെ എല്ലാം വൃത്തിയാക്കി നിൽക്കുന്നു. അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇതെന്താ, ഞാൻ ഇത് ഇങ്ങനെ കൊടുങ്കൂര് പോകുന്നു, എന്തിനാ പോകുന്നു, കാര്യങ്ങൾ മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വെച്ച് കല്യാണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വിഷയങ്ങൾ കൈകോർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മ 6 മണി ഇത്ര നാൾ എന്നെ ആരും വിളിച്ചിട്ടില്ല, ഇത്ര നാൾ വിളിക്കാതെ
ദൈവത്തോട് അടയാളം ചോദിച്ചപ്പോൾ കറക്റ്റ് 6 മണിയായപ്പോൾ എന്റെ സഹോദരൻ എന്നെ വിളിക്കാനിടയായി. അപ്പോൾ എൻ്റെ ഒരു വിശേഷം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണ്, എനിക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിൽ അത്രമാത്രം പ്രയാസങ്ങൾ വന്നു, എനിക്ക് ബെഡ് റെസ്റ്റ് ആവശ്യം വന്നു. അങ്ങനെ വന്നപ്പോൾ അവന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ പോരാൻ പറഞ്ഞു. എവിടെ നിന്ന് ഞാൻ ഇറങ്ങി പോകേണ്ടി വന്നു ആ വീട്ടിലേക്ക്. പിന്നെ എനിക്ക് ഇവിടെ ദൈവം ഒരുക്കി ബേസലോട് അവിടെ നിൽക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ കടന്നു വന്നു. അവിടെ വെച്ചാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. ഇതെല്ലാം സംഭവിക്കുമ്പോൾ 8ാം മാസത്തിൽ, ഞാൻ മെയിൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. 8ാം മാസമായപ്പോൾ 5ാം മാസത്തോട് എനിക്ക് തന്നെ എന്നെക്കാണോ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ എന്നെക്കാൾ പറ്റുമായിരുന്നു. ആ സ്റ്റേജിലായിരുന്നു ബേസലോൾ. അത് മാത്രമല്ല വേറെ ശാരീരികമായ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് എല്ലാം നിൽക്കുമ്പോൾ ബാത്റൂമിൽ പോവാൻ വേണ്ടി, പുറത്താണ് ബാത്റൂം, ഞാൻ ബാത്റൂമിൽ പോവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വീഴുന്നു എന്ന് പറയും. ആ സെക്കൻഡിൽ ഞാൻ വീഴുകയും ചെയ്യും. വീഴ്ച നിസ്സാരമൊന്നുമില്ല. ഒരു കാൽ ഫ്രണ്ടിലോട്ട്, ഒരു കാൽ ബാക്കിലോട്ട്. മൊത്തത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു സംഭവം അത് സംഭവിക്കുമ്പോൾ ഈ സൈഡ് കരിക്കല്ല, ഈ സൈഡ് ഒരു മണ്ണ് സിമെന്റ് അടക്കിയിരിക്കുന്ന ഒരു കട്ടയാ. എന്നെ അവിടെ താങ്ങിയത് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കരിക്കല്ലിൽ പിടിച്ചേക്ക് അതിന് വലിയ ബലം കിട്ടത്തില്ല. ഈ താരടിക്കുന്ന കല്ലിന്റെ പുറത്ത് ഈ കല്ല് അളകി കിടക്കുന്ന സംഭവമാണ്. അന്ന് അവിടെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നു. എന്റെ മോളുണ്ടായപ്പോ എന്റെ മോളുടെ നെറ്റിക്ക് ഒരു ചുമലപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി. ആ വീഴ്ച കഴിഞ്ഞിട്ട് ഒരു പ്രസവം അന്ന് രാത്രി എനിക്ക് പപ്പയോട് പറയുന്നില്ല, പക്ഷെ പൈസ ഒന്ന് കൂട്ടി വെക്കുക. കിട്ടുന്ന 100 രൂപ 80 രൂപ കാട്ടി കിട്ടുന്നത് അത് കൂട്ടി വെച്ച് പ്രസവത്തിന് പോവാൻ വേണ്ടി നിൽക്കുന്ന ആ സാഹചര്യത്തില് ഞാൻ എങ്ങനെ പറഞ്ഞാല് പുള്ളി കൊണ്ടുപോയാലും കയ്യിലെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്തു ചെയ്യും? ആ വേദന സഹിച്ചു താങ്ങാൻ പറ്റാത്ത വന്നപ്പോഴത്തേക്ക് ഇനി ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലാന്ന് വന്നപ്പോഴത്തേക്കും പപ്പയോട് ഞാൻ കാര്യങ്ങൾ പറയുവാനിടയായി. ബേസിലോട് പറഞ്ഞപ്പോൾ ഓട്ടോ വിളിച്ച് എന്നെ കൊണ്ടുപോകാനിടയായി. ബേസിലോട് ഹല്ലേലൂയ. ആ സമയത്ത് ഡോക്ടറിന് കാര്യങ്ങൾ വ്യക്തമായി ഈ വീണ കാര്യമൊന്നും പറഞ്ഞില്ല. എന്നെ കൊണ്ടുപോയി. എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 9ാം മാസത്തിൽ ഡോക്ടറിനെ കാണിക്കാൻ പോയി. എന്റെ വയറിന് പറഞ്ഞപ്പോൾ 8ാം മാസത്തിൽ തന്നെ ഒത്തിരി താന്നു പോയായിരുന്നു. എന്റെ തുടരെ ഒപ്പത്തിൽ ഇങ്ങനെ വയർ നിൽക്കുന്നു. മോളുടെ വെയിറ്റിനെ പറയുമ്പോൾ 3.5 കിലോ ഉണ്ട്. എനിക്ക് നടക്കാനോ എടുക്കാനോ ബുദ്ധിമുട്ടായി, ഒരു ഡ്രസ് ഇടാനൊക്കെ ബുദ്ധിമുട്ടായി. ബേസലോട് ഹല്ലേലൂയ. പിന്നെ പ്രസവ സമയത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിന് വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. കൊച്ചിന് ശ്വാസം മുട്ടുവാണ്. ബേസലോട് വയറ്റിൽ നിൽക്കുന്ന കുഞ്ഞിന് ശ്വാസം മുട്ടുന്നു. അവിടെ ചെന്നു. ഡേറ്റ് 10ാം തീയതി ആയിരുന്നു. ബേസലോട് ഹല്ലേലൂയ. ഈ 10ാം തീയതിക്ക് മോളെ പ്രസവിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ട സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉടനെ എന്നെ അവിടെ വിട്ടെങ്കിലും ബേസലോട് ഹല്ലേലൂയ അവരെന്റെ ഓപ്പറേഷൻ നടത്തിയില്ല. ലേബർ റൂമിൽ കൊണ്ടുപോകും, പിന്നെ വാർഡിലോട്ട് മാറ്റും. ലേബർ റൂമിൽ കൊണ്ടുപോകും, പിന്നെ വാർഡിലോട്ട് മാറ്റും. ബേസലോട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബേസലോട് ഹല്ലേലൂയ ഇങ്ങനെ 4-5 പ്രസവങ്ങൾ ചെയ്തു. 10ാം തീയതി കഴിഞ്ഞു. 10ാം തീയതിയാണ് പ്രസവിക്കേണ്ടത്. ഡേറ്റ് കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു, നിമിഷങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 11ാം തീയതി ആയിട്ട് പോലും അവർ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനില്ല. പപ്പയ്ക്ക് അവരോട് നേരെ ചോദിക്കാൻ ബുദ്ധിമുട്ട്, പറയാനും ബുദ്ധിമുട്ട്, എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് അവര് ലേബർ റൂമിൽ എന്നെ കൊണ്ടുപോയി. അവർക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് അവർക്ക് അറിയാമെങ്കിൽ ഫുഡ് കഴിക്കാതെ ഇരിക്കണം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അവരുടെ ആയിരുന്നു. തലേ ദിവസത്തോട് ഫുഡ് കഴിപ്പിക്കുക അല്ല, പക്ഷെ അവര് മണിക്കൂറിന് മുമ്പേ, 1-1.5 മണിക്കൂർ മുമ്പേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാൻ മറ്റവരോട് ചോദിക്കുക പെയിൻ എങ്ങനെയാ തുടങ്ങുന്നത്. അത് വെച്ചാൽ എനിക്ക് പെയിൻ ഇല്ല, പ്രസവ വേദനയെ എനിക്ക് ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും നല്ലവണ്ണം വിശക്കുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പുറത്ത് പോയി ആൾക്കാരില്ല, പോയി മേടിച്ച് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ കഴിക്കണ്ടാന്ന് പറയേണ്ട സ്ഥാനത്ത് അവർ കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ പാപ്പനോട് പറഞ്ഞു ഭക്ഷണം കൊണ്ടു തന്നു. ഞാൻ കഴിച്ചു. ബേസലോട് കഴിച്ചു കഴിഞ്ഞിട്ട് അവർ എനിമ ഇട്ടു. ബേസലോട് ഉടനെ എനിമ ഇടുവാണ്. എനിമ ഇട്ട് ഒരു പ്രാവശ്യം ബാത്റൂമിൽ പോയി, രണ്ടാമത്തെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ബോഡി മുഴുവൻ പച്ചവെള്ളം പോലെ തണുത്തു പോയി. ഉദരത്തിൽ കുഞ്ഞ് മരിക്കുന്ന രീതിയിലാണോ നിൽക്കുന്ന എനിക്ക് അറിയത്തില്ല. ബേസലോട് അവർ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട്
ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പപ്പയ്ക്ക് ഒരു ലെറ്റർ എഴുതി കൊടുത്തു. അതിനുവേണ്ടി പപ്പ ഒപ്പിട്ട് കൊടുക്കണം. പപ്പ അത് വായിച്ചു നോക്കിയപ്പോൾ ഇതെല്ലാം കള്ളത്തരവാ, അത് സത്യമൊന്നും അവിടെ അതിനകത്തില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, അമ്മയും തള്ളയും കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിടുക, എന്നാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുത്തു. എന്നെ സ്വർഗത്തിലേക്ക് ദൈവത്തിന് ആളോ പരിസരമോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 2 ആഴ്ച കിടക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരാൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, ഒരാൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കും. എന്ത് വിഷയമുണ്ടോ ഒരാൾ എല്ലാം വിഷയം വെച്ച് പ്രാർത്ഥിക്കും. അത് 3 നേരം ഞാനും എന്റെ ഹസ്ബൻഡും ചെയ്യുമായിരുന്നു. തുണി അലക്കി ഇടനടുത്തൊക്കെ ഞങ്ങൾ 2 പേര് പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞങ്ങൾ വീട്ടിലുള്ള സമയം അങ്ങനെയാണ്, ഉപവാസിക്കുമ്പോൾ സമയം അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ മെഡിക്കൽ കോളേജാണ് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ ഒരാൾ കരയും, ഒരാൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ ആ ദിവസങ്ങളോട് ചെയ്തുകൊണ്ടിരുന്നു. അതിനൊക്കെ ദൈവം ഞങ്ങൾക്ക് വലിയ പ്രതിഫലം തന്നു. ഞങ്ങളെ കുഞ്ഞ് 10-ാം തീയതി ജനിക്കേണ്ട കുഞ്ഞുങ്ങളെ 11-ാം തീയതി വൈകുന്നേരം 7:30 മണി കഴിഞ്ഞിട്ടാണ് അവർ എന്റെ കുഞ്ഞിനെ പപ്പയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്. അവർ വയറ് കീഴുമ്പോൾ അത് അബോധാവസ്ഥയിൽ അകത്ത് കൊണ്ടുപോയെങ്കിൽ ബോധം വന്നു കഴിഞ്ഞിട്ടാണ് അവനെ എന്നെ പിന്നെയും ഇഞ്ചക്ഷൻ ഇട്ട് ബോധം കെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് അവർ ഓപ്പറേഷൻ സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി എന്റെ വയർ കീഴുമ്പോൾ ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, പിന്നെ ഞാൻ കാണുന്നുമുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ ആ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ വലിയൊരു കാഴ്ചയോട് തന്നെയാ. അപ്പൊ ഇവർ ഡോക്ടർമാർ എല്ലാവരും കൂടെ ഭയങ്കര ചിരിയാ. സംഭവം ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഒരു മുത്ത് പോലെ ദൈവം ഒരു കുഞ്ഞെ തന്നു. 10-ാം തീയതി പ്രസവിക്കേണ്ടതിന് 2-ാം തീയതി പ്രസവിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം വലിയവ ചെയ്തു. അതുപോലെ തന്നെ എന്റെ മോന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ 2 ആഴ്ച മുമ്പ് തന്നെ അഡ്മിറ്റ് ആക്കുവാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ ഒരാള് ഉണ്ടായിരുന്ന വാതിൽ കൊട്ടി. ഞാൻ ചോദിച്ചു, ഞാൻ സംസാരിച്ചു, ആരെങ്കിലും ഉണ്ടോ? പക്ഷെ വാതില് മുക്കാലത്തോളം തുറന്ന് കിടക്കുക. അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അത് അറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് അകത്ത് പോവാൻ. അപ്പൊ അതിന് അവർ ശബ്ദമൊന്നും പറയുന്നില്ല, ഞാൻ കൊട്ടിട്ട് പറയുന്നില്ല, അവർ വിളിച്ചിട്ട് പോലെ പറയുന്നില്ല. അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എന്റെ കാല് അകത്തോട്ട് വെക്കുകയും അകത്തിനും ശക്തമായ വാതിൽ അവർ അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കാൽപാതയിൽ നിന്ന് ഈ പെടലിലെ ഇവിടെ വരെ നരം തെറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നരം തെറ്റിപ്പോയി വെച്ച കഠിനമായ വേദനയായിരുന്നു. പിറ്റേന്ന് ദിവസം ഡോക്ടർ വന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഡോക്ടർ വന്നു. ഡോക്ടർക്ക് ലീവിൽ എവിടെ അത്യാവശ്യം പോകണം. അപ്പൊ അതിന് മുമ്പേ ചില വ്യക്തികളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണം പോവാൻ. അങ്ങനെ എനിക്ക് ഈ വേദന രാത്രി മുഴുവൻ ഞാൻ കരയാ. അത്ര ശക്തമായ വേദനയാണ്. അപ്പോ കണ്ണിന്റെ നമ്മൾ ഓൾറെഡി കണ്ണീർ വേദന വന്നിട്ട് പോവുക. അങ്ങനെ നിൽക്കുമ്പോൾ ഈ വ്യക്തി എന്നോട് പറയുവാൻ ഡോക്ടർ വന്നു. എന്റെ പേരും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്ങനെ കുഞ്ഞുങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ വേദന മാറും ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ അത് നടന്നിട്ടില്ല. ഹല്ലേലൂയ. ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ കുഞ്ഞിനെ എടുത്തു. സിവിലിംഗ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര സിവിലിംഗ് വരുവാൻ ഇടയായി. ഡോക്ടർ പെട്ടെന്ന് വന്ന് ഡ്രിപ്പിട്ട് ഇഞ്ചക്ഷൻ വിട്ട് പിന്നെ അവിടെ കിടത്തി. ഉണ്ടായി കഴിഞ്ഞിട്ട് എന്റെ വയറ് ഈ ഭാഗം മേളിത്തെ ഭാഗം അവർ ഓപ്പറേഷനുള്ള വേദന എനിക്ക് ഒന്നും വേദന തോന്നുന്നില്ല. പക്ഷെ അത്ര ശക്തമായ വേദന മേളിലോട്ടുണ്ട്. അതുകൊണ്ട് താഴത്തെ വേദന ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഓപ്പറേഷന്റെ വേദനയും ഞാൻ ഓർക്കുന്നില്ല. എന്റെ വയറ് അത്ര മാത്രം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പോലും ആർക്കും അറിയാൻ പറ്റത്തില്ല. അത്ര മാത്രം വേദന നിൽക്കുന്നു. 2 ആഴ്ച നമ്മൾ എത്ര ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞാൽ 5 ദിവസം മതി. പക്ഷെ 2 ആഴ്ചത്തോളം ഡോക്ടർ ഇവിടെ നിർത്തുവാനിടയായി. അതിനകത്ത് സംഭവിച്ച ഒരു സംഭവം, എന്റെ പകുതി ഭാഗം തളർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. പകുതി ഭാഗം തളർന്നു പോയി. ഞാൻ ഈ കൈ എനിക്ക് അനക്കാം, ഈ ഭാഗം എനിക്ക് അനക്കാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ തലമുടി പിടിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു. അപ്പൊ അവർ ആരെങ്കിലും വരുന്നു, ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. ആ വേദന കുറയുമ്പം പിന്നെയും ഞാൻ പതുക്കെ നടക്കുന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഉണ്ടായി. വീട്ടിൽ വന്നപ്പം എന്നെ നോക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സഹോദരി പറഞ്ഞ, ബിന്ദു എവിടെ നിനക്ക് വേദന? എനിക്ക് ഈ ഭാഗത്തിലാണ് എനിക്ക് വേദന ഉള്ളത്. ശക്തമായ വേദനയാണ്. എനിക്ക് അറിയത്തില്ല ചേച്ചി. നേരെ കിടക്കുമ്പം നടുവിലെ ഈ സൈഡിന് ഭയങ്കര വേദനയാ. അപ്പൊ എന്ത് സംഭവിച്ചു വ്യക്തമായ കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആ സഹോദരി പെടലിൽ അവിടെ നിന്നും എന്നെ കുളിപ്പിച്ചപ്പോൾ
തിരുമിയിട്ട് താഴോട്ട് കാല് വരെ പാദം വരെ തിരുമി കഴിഞ്ഞപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആ സമയത്ത് ഈ സംഭവം എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ദൈവം എന്നോട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ ഒരു ഭാഗം തളർന്ന് കിടക്കേണ്ടവളാണ്, നിന്നെ ഞാൻ എന്റെ കൃപയാൽ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മൾ കൊഴുവനാൽ തന്നെ താമസിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ 5 മാസം എന്റെ കുഞ്ഞ് വളർന്നു വന്നു. ഒരു ആൾക്ക് ഹെൽപ്പ് ചെയ്തതാ. അപ്പോ ആ ഹെൽപ്പില് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് എന്റെ മോന് 5 മാസം കഴിഞ്ഞു, 6-ാം മാസത്തിലേക്ക് കടന്നു വരുന്നു. എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തിൽ പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഉൾഭാഗം മൊത്തം ഇൻഫെക്ഷൻ ആയി. പ്രൈസ് ദി ലോർഡ്. മൊത്തം വയർ പഴുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നോക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. പക്ഷെ അവർ കാണുന്നത് എന്നെ സൗഖ്യത്തിയാ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു 5-5.5 മാസം കഴിയുമ്പോൾ എന്റെ വയറ് പൊട്ടി ഇൻഫെക്ഷൻ പുറത്തോട്ട് ഒഴുകി വരിക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിൽക്കുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച ഹോസ്പിറ്റൽ, പിന്നെ വീട്ടിൽ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ വീട്ടിൽ, അങ്ങനെ പല വട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വരുന്ന ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യിച്ചേ, എനിക്ക് അറിയാവുന്ന നല്ല ഡോക്ടറുണ്ട്, അവരെ കൊണ്ട് കാണിക്കാം. എന്താണ് സംഭവം? ഇൻഫെക്ഷൻ മാറില്ല, വയർ പഴുത്ത് പൊട്ടി പുറത്ത് വരുവാണ്. ഇതിനിടയിൽ ഒരു സംഭവം കൂടെ ഉണ്ടായി. അമേരിക്കയില് ഗൈനക്കോളജിയിലെ ഏറ്റവും വലിയ ടോപ്പ് ഡോക്ടർ, ഞാൻ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ദൈവം എന്റെ വീട്ടില് ആ ഡോക്ടറിനെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഒരു ചെറിയ മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവർ വന്നു, ഞാൻ ഉണ്ടാക്കിയ ചായ കുടിച്ചു, ഞാൻ ഉണ്ടാക്കിയ പരിപ്പടയും കുടിച്ചു. അവർ ഇത്ര ഒരു വലിയ ആളാണെന്ന് എനിക്കും അറിയത്തില്ല. പൈസലോട് പിന്നെ ഞാനത് അറിഞ്ഞു. അവർ അത്ര വലിയൊരു ഡോക്ടറായിരുന്നു. അവർ ഒന്നുമില്ലാത്ത അടുത്തേക്ക് എന്റെ ദൈവം കൊണ്ടുവന്നു. എന്റെ ബോഡി അവർ കണ്ടു. സംസാരിച്ചപ്പം പിന്നെ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞതല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പറയുമ്പോൾ, അല്ല, ഞാനൊരു ഡോക്ടറാണ്. ആ കൊച്ചിന്റെ ബോഡി കൊണ്ടുവന്ന പാസ്റ്ററോട് പറഞ്ഞ ബോഡിയുടെ സ്കിൻ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതിനടിയിൽ എന്തോ പ്രശ്നമുണ്ട്. അവർ അത്ര വലിയ ഡോക്ടറല്ലേ, അവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവർ കടന്നു ചെന്ന് കഴിയുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും കാണുന്നത് എന്റെ ബോഡിയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്നും ദൈവം ചങ്ങനാശ്ശേരി ചേച്ചിയോട് ഇടപെട്ടു. അവിടെ ഒരു ഡോക്ടറിനെ സ്കാൻ ചെയ്ത്, ഉള്ളിൽ മൊത്തം സ്കാൻ ചെയ്ത് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ആ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പറയും, എന്റെ ലാബിലോട്ട് ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ചെന്നു. ലാബിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ കസേരയിൽ നിന്ന് തിരിച്ചു ചാടി എന്നിട്ട്, എന്റെ ദൈവമേന്ന് പറഞ്ഞ ഓ ഗോഡെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചാടി എന്നിട്ടും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ സൈഡില് ഒരു 10-15 ഓപ്പണിംഗ്. പ്രൈസ് ദി ലോർഡ്. 1-2 അല്ല, 10-15 ഓപ്പണിംഗ് കൊണ്ട് ആ ഓപ്പണിംഗ് സ്കാൻ ചെയ്ത് നമുക്ക് തന്നു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പോലും അതിശയപ്പെട്ടു പോയി. അവർ പറഞ്ഞു, ഈ 5 മാസം എങ്ങനെ ജീവിച്ചു? എന്റെ ദൈവം പറഞ്ഞതുപോലെ ഞാൻ നിന്നെ എന്റെ കൃപയാൽ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഓപ്പണിംഗ് നിൽക്കുമ്പോൾ തന്നെ ഇത് എപ്പം വേണമെങ്കിൽ, ഇത് അധികം നിൽക്കത്തില്ല. ചിലപ്പം എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും എടുക്കാനും നിവർത്തിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി എന്നെ അഡ്മിറ്റ് ആക്കി. ഓപ്പറേഷൻ എല്ലാം ചെയ്യുവാൻ അവർ കാര്യങ്ങൾ ചെയ്തു. നല്ലൊരു ഡോക്ടറായിരുന്നു. ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് എന്റെ വയറ് കണ്ട് അവർ പറഞ്ഞു, മനുഷ്യന്റെ ശരീരം ഇങ്ങനെ ഉള്ളൂ. 1.5 ഗ്ലാസ് ഇൻഫെക്ഷൻ ആണ് എന്റെ വയറ്റിന് കിട്ടി. എന്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ നോക്കി, എന്റെ വീട്ടിലെ സകല കാര്യങ്ങളും നോക്കി. വേറൊരു വ്യക്തിയെ ഞാൻ നോക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അവരെയും നോക്കി. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സൈഡ് വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ മിണ്ടാതിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഒരു അഭിഷേകം ദൈവത്തിനല്ലാതെ എനിക്ക് കഴിയുകയില്ല. ഒരു കൈ ഇൻഫെക്ഷൻ വന്നാൽ ആ വ്യക്തിക്ക് എന്തുമാത്രം വേദന ഉണ്ടോ, എന്റെ വയറിനകത്ത് 1.5 ഗ്ലാസ് ഇൻഫെക്ഷൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. അവർ ലിവർ സൈഡിനൊക്കെ വലിച്ച് പുറത്തെടുത്തു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്റെ ലിവർ വീക്കാണ്. പ്രൈസ് ദി ലോർഡ്. പല ഈ പ്രസവമൊക്കെ നടന്ന ഓപ്പറേഷനുകളിലൊക്കെ അത് നല്ല വീക്കുണ്ട്. ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ വീട്ടിൽ ഭവനത്തിൽ കയറി വരുവാനിടയായി. ആ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞാൻ എണ്ണിക്കുന്നത് 5 വർഷത്തിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ ഓവറി സിസ്റ്റർ ഓപ്പറേഷൻ ഉണ്ടായി. അത് 17 സെന്റിമീറ്റർ വലിപ്പമുള്ളതായിരുന്നു. ഈ 5 വർഷത്തിന് ശേഷമാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 8 മാസം കഴിയുമ്പോൾ ഹിരണിയുടെ പ്രശ്നം ഉണ്ടായി. ആ ഹിരണിയുടെ പ്രശ്നമാണ് ഈ 7-8 മാസം മുമ്പ് നടക്കുന്നത്.
അത് ഭയങ്കര വിഷയമായിരുന്നു. ഡോക്ടർമാർ പോലും എന്നെ തൊടാൻ അവരെ കൈവിട്ടു പോയായിരുന്നു. അങ്ങനെ ദൈവാത്മ മനസ്സിലാക്കി തന്നത്. പക്ഷേ ദൈവം എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർമാർ പോലും അടുത്തവനെ നോക്കാൻ പോലും താല്പര്യമില്ലാതെ തിരിഞ്ഞു മാറിപ്പോയ സമയത്ത് പോലും ദൈവം ഇന്നും എന്നെ ജീവനോട് നിർത്തിയിരിക്കുന്നു. ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ട് പോലും ഇൻഫെക്ഷൻ ഉണ്ട്. അത് ഡ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്, ഡ്രസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലും വിടുതലും എന്റെ ജീവിതത്തിൽ വലുതുണ്ടായിരുന്നു. ഞങ്ങൾ നടത്തുന്ന ദേവദാസനെ പറഞ്ഞ് കോഴഞ്ചേരിയുടെ ദേവദാസനാണ്, അബ്രഹാം ലിങ്കൺ പറഞ്ഞ പാസ്റ്റർ അങ്കിളാണ്. അന്നും ഇന്നും ഞങ്ങളെ ഒറ്റപ്പെട്ടപ്പോഴും ഞങ്ങൾ കത്രമേശ തരുവാനും ഞങ്ങളെ ആത്മീകമായി വളർത്തുവാനും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കൊഴുവനാൽ ഞങ്ങൾക്ക് ലൈഫ് മിഷൻ ഒരു വീട് ദൈവം തരുവാനും ഇടയായി. പ്രൈസലോഡ്. ഒന്നുമില്ല, ആ സമയത്ത് ദൈവം പറഞ്ഞായിരുന്നു, എന്റെ മോനെ പ്രഗ്നന്റ് ആകുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ പോവാൻ ആഗ്രഹിച്ചത്. പക്ഷെ ദൈവം പറഞ്ഞില്ല, ഇവിടെ നിൽക്ക്, ഞാൻ ഇവിടെ തന്നെ നിന്നെ മാനിക്കും, ഞാൻ നിനക്ക് വേണ്ടി 3 പ്രാവശ്യം ഇറങ്ങി വന്ന നിന്റെ ദൈവമാകുന്നു. പക്ഷെ അങ്ങനെ സാഹചര്യങ്ങൾക്ക് ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന സാഹചര്യങ്ങളോ അവസരങ്ങളോ ഉണ്ടായിരുന്നു. പ്രൈസലോഡ്. ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നേ വരെ എന്നെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും എന്റെ കുഞ്ഞുങ്ങളെ കുടുംബത്തെയും ഈ വീട് ഉണ്ടാക്കുന്നതിന് നടുവിൽ വലിയ വലിയ പ്രതികൂലങ്ങളും ചുറ്റിലും വലിയ പ്രതികൂലങ്ങളും വന്നെങ്കിലും അതിന് നടുവിൽ ദൈവം നിർത്തുവാനും മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന പാസ്റ്ററും ആ സഭയും ആ കുടുംബവും അവർ ശക്തമായി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ ജീവനോട് നിൽക്കുന്നത്. മരണത്തിന് മുഖം കണ്ട് ജീവിച്ചു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇത്ര സമയം എനിക്ക് അനുവദിച്ചു തന്ന പാസ്റ്ററും ആറുമ ടിവിയും അതില് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. അത് മാത്രമല്ല എനിക്ക് ഇത്രമാത്രം സാക്ഷ്യം പറയുവാൻ ഒരു സ്റ്റേജ് ഒരുക്കി തന്ന എല്ലാവരോടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവം എന്നെ ഇത്രമാത്രം സൂക്ഷിച്ചു. എന്റെ കുടുംബത്തെ ഓർത്ത് എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. ഞാൻ ചില വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് സ്തോത്രം. മഹാപരിശുദ്ധനും നീതി സമ്പന്നനുമായ എന്റെ അബ്ബായെ, നീ ഇന്നേ വരെ എന്നെ സൂക്ഷിച്ചു, പരിപാലിച്ചു, സംരക്ഷിച്ചു. എനിക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്നു. ആ ചാനലോടും ദേവദാസനും അവരെ പ്രിയപ്പെട്ടവർ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം പലരെയും ഹൃദയത്തിൽ ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവർക്ക് ഉണ്ടാകുവാനും എനിക്ക് എന്റെ ദൈവം ചെയ്തതുപോലെ വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം ദൈവം എന്നെ ഗ്രഹിപ്പിക്കുകയും ആ വചനങ്ങൾ എന്റെ ജീവിതത്തിൽ നിവർത്തിയാക്കി ചെയ്തു. എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. അതിനായി ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. എന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം വലിയവ ചെയ്തു. അതിനായി ഞാൻ നന്ദി പറയുന്നു. സകല വിഷയങ്ങളും പരിശുദ്ധ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. ഇന്നേ വരെ പരിപാലിച്ച ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇനി ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും അവസരം ഒരുക്കി തന്ന ആ ചേനനെയും ദേവദാസനെയും ദൈവനാമത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ദൈവം നടത്തുന്ന എല്ലാ വീതങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയൻ താഴ്മയോട് ചോദിക്കുന്നു. ദയപൂർവം കേൾക്കണം സ്വർഗസ്ഥനായ നല്ല പിതാവേ. ആമീൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ വന്ദേ സിസ്റ്റർ. ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. രാജസ്ഥാനിൽ ജനിച്ചു വളർത്തപ്പെട്ട് മറ്റ് പരിമിതമായ സാഹചര്യങ്ങളിലൂടെ ജീവിതം ആരംഭിച്ചു. മാനുഷികമായി നോക്കിയാൽ ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും പരിമിതി കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ ആ ക്രൂശിലെ നമുക്ക് വേണ്ടി വിരിക്കപ്പെട്ട കരത്താൽ ചേർത്ത് പിടിക്കപ്പെട്ടപ്പോൾ കർത്താവ് ആ സ്നേഹം പകരുവാൻ പ്രിയ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും അവസരങ്ങളും കർത്താവ് ഒരുക്കി. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും ആ നിത്യജീവന് ഓഹരിക്കാരി ആകുവാനും അതുപോലെ പലരെയും ഈ സത്യത്തിലേക്ക് വഴി നടത്തുവാനും കർത്താവ് പ്രിയ സിസ്റ്ററിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് നടത്തിയ അത്ഭുതകരമായ വിടുതലുകളുടെ അനുഭവങ്ങളൊക്കെ പറയുവാനിടയായി തീർന്നല്ലോ. മലയാളം ഭാഷ മാതൃഭാഷ അല്ലാതിരുന്നിട്ടും അത് നന്നായി പറയുവാന് ദൈവം സഹായിച്ചു. പ്രിയ സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം തന്നതായ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം തന്ന എല്ലാ
അവസരങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് പ്രിയ വന്ദേ സിംഗ് സിസ്റ്ററിന്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അനുഭവങ്ങളുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് അരോമ ടിവിയിൽ സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ വിവരങ്ങൾ, വിശേഷങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com